ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജപിക്കുമോളെ, ഉറക്കെ ജപിക്കാം. രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കുറച്ചുകൂടെ ഒക്കെ ജപിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഞാൻ പറഞ്ഞിരുന്നു ഗായത്രി ശീലമാക്കണമെന്നില്ലേ? ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഗായത്രി മനപാഠമാക്കി പിന്നെ ദിവസവും ജപിക്കണം കേട്ടോ. ഇപ്പം ഞാൻ ജപിച്ചു തരും. രാവിലെ നമ്മൾ അത് എല്ലാ ദിവസവും ഗായത്രിയോട് ജപിക്കുന്നുണ്ട് ഗണപതി സമയത്ത്, ഹോമ സമയത്ത്. അപ്പൊ നിങ്ങളാരും വരുന്നില്ല. ആകെപ്പാടെ 3-5 അമ്മമാര് മാത്രം ഇങ്ങനെ വരുന്നുണ്ട്. പാവങ്ങളെ ബാക്കി ആരെയും കുറ്റം പറയാൻ എല്ലാവർക്കും ജോലിയുണ്ട് ഇല്ലേ? എല്ലാവർക്കും വീട്ടിൽ അവിടെയൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരുപാടുള്ളതുകൊണ്ടാണ്. പക്ഷെ എന്നാലും വരണം. ഇപ്പൊ ഞാൻ ഗായത്രി ജപിച്ചു തരും, ഏറ്റിയോളണം കേട്ടോ. ഓം ഭൂർഭുവസ്വ, ഓം ഭൂർഭുവ സ്വ, ഓം ഭൂർഭുവസ്വ തത് സവിതുർവരേണ്യം, തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ. പറയരുത്, ധിയോ യോ നഃ പ്രചോദയാത്. ഇനി ഇങ്ങനെ ശരിക്കണം, ധിയോ യോ നഃ പ്രചോദയാത്. പിന്നെ പറയരുത്, അതില് പറഞ്ഞ ഈ തൊട്ടി ശീലം ചൊല്ലവർ നമ്മൾ ശീലിച്ചു പോയി പെട്ടെന്ന് മാറത്തില്ല. ധിയോ യോ നയല്ല നകാരം. ധിയോ യോ ന പറഞ്ഞു, ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. പഠിച്ചുപോയി മിടുക്കുക. ഓ എന്ത് വേണം ഇതിൽ പരം. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഒരു പ്രാവശ്യം കേട്ടോ. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. അതാ നമ്മൾ അറിയാതെ കണ്ട് ധിയോ യോന പ്രചോദയാതെന്ന് പറഞ്ഞ് ശീലിച്ച കാരണം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധ ഒന്ന് പോകുമ്പോൾ അറിയാതെ ഇങ്ങനെ വന്നു പോകും. പക്ഷെ കുറച്ച് ദിവസം ശ്രദ്ധിച്ച് ചൊല്ലി കഴിയുമ്പോൾ പിന്നെ അങ്ങ് വരും. എനിക്കും തുടക്കത്തിലൊക്കെ അങ്ങനെ ആയിരുന്നു. അപ്പൊ അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും പറ്റുന്നതാണ്. അപ്പൊ അത് നമ്മൾ ആ ഭാഗം വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ശ്രദ്ധ പോകരുത്. അപ്പം സ്വാഭാവികമായിട്ട് വരും. ഇനിയിപ്പം നിങ്ങൾ ഈ എന്റെ കൂട്ടി പല്ല് കൊഴിഞ്ഞ കിളവന്മാരെയും അല്ല ഞാൻ നോക്കുന്നത് ഈ കുഞ്ഞിനെയാണ്. അവിടെ പഠിക്കണം. കാരണം അവരുടെയൊക്കെ പ്രായത്തിലാണ് ഈ ഗായത്രി ജപിച്ച് മേൽപോട്ട് വന്നാലേ വിദ്യാഭ്യാസത്തിന് അവർക്ക് പുരോഗതി ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ആ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകേണ്ടുന്ന ഈ പിള്ളേരാണ് ശരിക്കും പഠിക്കേണ്ടത് കേട്ടോ മോളെ. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്നെ കാണാപ്പാടം ചൊല്ലി കേൾപ്പിക്കണം. ഇത് കേട്ടോ, പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടല്ലോ. എല്ലാ ദിവസവും ഇവിടെ ചൊല്ലുന്നുണ്ട്, രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കൊക്കെ നമ്മൾ ചൊല്ലുന്നുണ്ട്. അപ്പൊ നിങ്ങളത് ഞാൻ പോകുന്നതിന് മുമ്പ് മക്കളെ നിങ്ങൾ പഠിക്കണം കേട്ടോ. സ്കൂളിൽ പോകുന്ന നിങ്ങൾ അത് പഠിച്ച് ചൊല്ലേണ്ടത്. ഈ അമ്മമാരൊക്കെ ഇനിയിപ്പോൾ പഠിച്ചിട്ട് വലിയ ആരും സാധിക്കാനില്ല. അതിന്റെ സാധനം നിങ്ങൾ പഠിക്കണ്ട എന്നല്ല. ഈ കുട്ടികൾ നിർബന്ധമായിട്ടും മോളെ ഒരു 10 പ്രാവശ്യമെങ്കിലും ദിവസമായി ഗായത്രി ജപിക്കണം കേട്ടോ. സ്കൂളിൽ പോകുന്ന സമയത്ത് ബസ് കയറുന്നോട് ജപിച്ചാൽ മതി. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഓടി പിടിച്ചായിരിക്കും പോലെ അന്നത്തെ സമയം കാണത്തിൽ ഇരുന്ന് ജപിക്കാനും വേണ്ട, ബസ് കയറുന്ന ജപിക്കാനില്ലേ.
എങ്ങനായാലും 10 ദിവസം പ്രാവശ്യമെങ്കിലും ഗായത്രി ജപിക്കണം മോള് കേട്ടോ. ഇത് നിർബന്ധമാക്കണം. മോളെ മാത്രമല്ല, മോളെ കൂട്ടുകാരികളെയും പഠിപ്പിക്കണം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒരു ശീലമാകണം. കേൾക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഒരു ശീലമാകണം. അപ്പൊ ഇനി നമുക്ക് ഓം നമോ ഭഗവതി വാസുദേവായ ചൊല്ലാം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ നാരായണായ. തിരിച്ച് ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ നാരായണായ. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. എന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നാമം ജപിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളമാണ് നമ്മുടെ പുണ്യം കേട്ടോ. നമ്മൾ പോലും അറിയാതെ കണ്ട് നോക്കിയേ, നമുക്കൊരു ചെറിയ തലവേദനയുണ്ട് അല്ലെങ്കിൽ വലിയ തലവേദനയുണ്ട്. ഇപ്പം നമ്മൾ അതിന് തലവേദന മാറാൻ ഒരു പാരഡോൾ എടുത്ത് കഴിക്കുന്നില്ലേ? ഈ പാരഡോള് എങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ പോയിട്ട് അത് പ്രവർത്തിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത്, അത് കഴിക്കുന്നത്? അല്ല. അതിനകത്ത് എന്തൊക്കെയാണ് കണ്ടന്റ് എന്ന് അറിഞ്ഞുകൊണ്ടാണോ നമ്മൾ കഴിക്കുന്നത്? ഒന്നുമല്ല. നമുക്കറിയേണ്ട പാരഡോള് കഴിച്ചാൽ തൽക്കാലമായിട്ട് ഒരു ശാന്തി കിട്ടും, തലവേദനയ്ക്കില്ലേ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ മന്ത്രവൊക്കെ എങ്ങനെയാണ് നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നത് എന്ന് ശാസ്ത്രീയമായിട്ടൊന്നും നമുക്ക് വിശദീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അനുഭവസ്ഥർ പറയുന്നതാണ് എന്ത്, ഇതല്ലാതെ കണ്ട് വേറൊരു മാർഗവുമില്ല. എന്തിന്? ഈ കലികാല ദോഷങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടുവാനും നമ്മുടെ പാപങ്ങൾ ഒഴിഞ്ഞു പോകുവാനും നമുക്ക് മനഃശാന്തി ഉണ്ടാകാനും ഈശ്വരാനുഗ്രഹം ഉണ്ടാകുവാനും ഇതെല്ലാം ഈ ജന്മത്തിൽ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, വരും ജന്മത്തിലേക്കുള്ള ഒരു കരുതല് കൂടിയാണ് ഈ നാമജപം ഇല്ലേ. നമ്മൾ എത്രത്തോളം പുണ്യം സമ്പാദിക്കുന്നുണ്ടോ അത്രത്തോളം ശ്രേഷ്ഠമായിരിക്കും നമ്മുടെ വരും ജന്മവും വരുന്ന ജീവിതവും, ഈ ജന്മത്തിൽ തന്നെ വരുന്ന ജീവിതവും. അതുകൊണ്ട് മക്കളെ, ബാക്കി എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ കളഞ്ഞിട്ട് പോകാനേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ നാമം ജപിച്ചൊക്കെ കേൾക്കുന്ന ഒരു സംസ്കാരം ഉണ്ടല്ലോ, ചൊല്ലിയുണ്ടാകുന്ന സംസ്കാരം. അപ്പൊ കുറെ കഥ കേട്ടു, ഇതുവഴി കേട്ട് കുറെയൊക്കെ അങ്ങ് പോകും, കുറെയൊക്കെ ഉള്ളിൽ തങ്ങും. അങ്ങനെയൊക്കെയാ. എത്ര സപ്താഹം? 13ാമത്തെ സപ്താഹം ഇല്ലയോ? എന്തെല്ലാം കഥ കേട്ടു, കുറെയൊക്കെ ഓർമ്മയുണ്ട്. കേൾക്കുന്ന ശരിയാ. പക്ഷെ അദ്ദേഹം ഇതുപോലെയല്ല പറഞ്ഞത് കേട്ടോ. അങ്ങേര് പക്ഷെ ഇങ്ങനല്ല പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ ഓർക്കുന്നതല്ല, എല്ലാം തടയുക. പിന്നെ അപ്പുറത്തേത് നിങ്ങൾ ദൈവത്തിന്റെ കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ അന്നദാനത്തിന് ഒരിക്കലും കുറ്റം പറയത്തില്ല. കാരണം അന്നം ബ്രഹ്മമാണ്. അന്നം ബ്രഹ്മമാണ്. ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് എന്ത്? വിദ്യാദാനം കഴിഞ്ഞാൽ അന്നദാനം. അതുകൊണ്ട് ഈ ക്ഷേത്രങ്ങളുടെ പുരോഗതിക്ക് 5 കൂട്ടം കാര്യങ്ങൾ നിർബന്ധമായിട്ട് വേണം എന്നാണ് ഈ തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത്. തന്ത്രശാസ്ത്ര പ്രകാരമാണല്ലോ ക്ഷേത്ര നിർമ്മിതി. അതിനകത്ത് പറയുന്നത് 5 കൂട്ടം കാര്യങ്ങളിൽ കൂടിയാണ് ഒരു ക്ഷേത്രത്തിന് പുരോഗമനം ഉണ്ടാകുന്നത്. അതിലൊന്ന് ആചാര്യ തപസ്. അതായത് ക്ഷേത്രത്തിന് തന്ത്രിയില്ലേ, ആ തന്ത്രിയുടെ തപോബലം. അദ്ദേഹമാണല്ലോ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ തപോബലം എത്രത്തോളം ഉണ്ടോ, കൈക്രിയാബലമല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കൈക്രിയാബലമല്ല, അത് വേറെ. തപോബലം, തപസ് ചെയ്ത് മനസ്സിന്റെ ആ ഒരു ബലം, ശക്തി, ആ ഏകാഗ്രത, ഈശ്വരീയ പൂർണ്ണത, അത് എത്രത്തോളം ഉണ്ടോ എന്ന് ആചാര്യ തപസ്. 2, നമ്മൾ ഈ നിത്യപൂജ ചെയ്യുന്ന ശാന്തി ഉണ്ടല്ലോ, മേൽശാന്തി. ആ മേൽശാന്തി ഈ പ്രധാന ദേവതയുടെയും ഉപദേവതമാരുടെയും ഉപാസകനായിരിക്കണം പോലും. എന്ന് പറഞ്ഞാൽ എപ്പോഴും അവരെ കുറിച്ച് ചിന്തിക്കുന്നവനായിരിക്കണം. ഉപാസന എന്ന് പറഞ്ഞാല് ഈ തൈലധാര പോലെ മനസ്സ് ആ ഭഗവാനിലേക്ക് അല്ലെങ്കിൽ ഭഗവതിയിലേക്ക് പ്രവഹിക്കുന്നതിനെ പറയുന്ന പേരാണെന്ത്? ഉപാസന. അപ്പൊ മനസ്സ് എപ്പോഴും
ഭഗവാന്റെ അടുത്ത് ഇരിക്കണം. ആസന എന്ന് പറഞ്ഞാൽ സമീപത്ത്. അപ്പൊ നമ്മുടെ മനസ്സെപ്പോഴും ആരിലായിരിക്കണം? നമ്മുടെ ഈ ദേവതകളിലായിരിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഉപാസനാ ബലം, ആചാര്യ തപസ്, മേൽശാന്തിയുടെ ഉപാസനാ ബലം, പിന്നീട് അവിടെ നടത്തുന്ന പൂജകള്, അത് കർമ്മങ്ങളിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ശ്രദ്ധ, അതിന്റെ ശുദ്ധി, അതുപോലെ പിന്നീട് ഉത്സവാദി കർമ്മങ്ങൾ. എന്താണ് ഉത്സവാദി കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പൊ ഈ 3 കൂട്ടം കാര്യം നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? തന്ത്രിയുടെ തപസ് അദ്ദേഹത്തെ വ്യക്തിപരമായി ബാധിക്കുന്നതാണ്. മേൽശാന്തിയുടെ ഉപാസന ബലം അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എന്നതാണ്. അദ്ദേഹത്തിന്റെ പൂജാതി കർമ്മങ്ങളിലെ ശുദ്ധിയും അദ്ദേഹത്തെ സംബന്ധിക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? ഇനി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന 2 കൂട്ടം കാര്യമുണ്ട്. എന്ത്? ക്ഷേത്ര സന്നിധിയിലുള്ളതായ നാമജപവും അന്നദാനവും. എത്രത്തോളം ഒരു ക്ഷേത്ര സന്നിധിയിൽ നാമം ജപിക്കാൻ പറ്റുമോ, എത്രത്തോളം അന്നദാനം ചെയ്യാൻ പറ്റുമോ, അത്രത്തോളം ക്ഷേത്രത്തിന്റെ പുരോഗതി ഉണ്ടാകും. അതുകൊണ്ട് ഈ പൊതുജനമാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന എത്രത്തോളം നാമം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം നാമം ജപിക്കുക. പറ്റുന്ന സമയത്തൊക്കെ അന്നദാനം ചെയ്യില്ലേ? അപ്പൊ ഇവിടെ ഈ സപ്താഹം കൊണ്ട് ഈ നാമജപം ശരിയായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ അന്നദാനവും വേണമല്ലോ ഇല്ലേ? അതുകൊണ്ട് ഒരിക്കലും ഞാൻ അതിനെ തള്ളി പറയുന്നവനെ കുറ്റം പറയുന്നതൊന്നുമല്ല. ദൈവം സഹിച്ചെന്റെ അമ്മയെ ഇപ്പം നമുക്ക് പണ്ടത്തെ പോലുള്ള ദാരിദ്ര്യമൊന്നും ഒരു വീട്ടിലും ഇല്ല ഇല്ലേ? പിന്നെ എന്നാലും വന്ന് ഈ വെയിലത്ത് ഇങ്ങനെ ലൈനിൽ നിന്നുകൊണ്ട് ഇത് വാങ്ങി കഴിക്കാൻ വേണ്ടി ഒരാൾ നിൽക്കുന്നുണ്ട് എങ്കിൽ അയാളുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ട്, ഭഗവാന്റെ പ്രസാദമായതെന്ന്. അല്ലാണ്ട് വീട്ടിൽ ചോറില്ലാത്തോണ്ടാകും ഒന്നുമല്ല, ഭഗവാന്റെ പ്രസാദമാണ് എന്നൊരു തോന്നലുള്ള കാരണം കൊണ്ടാണ് ഈ ഇത്രയും ഇങ്ങനെ ക്യൂ നിന്നും ഒക്കെ ഇങ്ങനെ വരുന്നത്. ഭഗവാന്റെ പ്രസാദം അതിനകത്തുണ്ട്. കാരണം നിങ്ങൾ നോക്കി, ഇത്രയും കുറെ അരിയൊക്കെ വെക്കുന്ന ഒരു സ്ഥലത്തെങ്കിലും ഫുഡ് പോയിസൺ ഉണ്ടായിട്ട് നിങ്ങൾ കേട്ടുണ്ടോ? എവിടെങ്കിലും ആർക്കെങ്കിലും ഒരു ദോഷം, സപ്താഹത്തിന്റെ ആഹാരം കഴിച്ച് എനിക്ക് വയറിളകി അല്ലെങ്കിൽ എനിക്ക് ശബ്ദം ഉണ്ടായെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടുണ്ടോ? ഉണ്ടാവത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഭാവിയിലെക്കാരും എനിക്കറിയത്തില്ലേ, ഇതുവരെ ഞാനൊന്നും കേട്ടിട്ടൊന്നുമില്ല. അപ്പൊ അത്രയ്ക്കും ഭഗവാന്റെ ആ ഒരു വീക്ഷണം ഉള്ളതാണ് ഈ ഒരു അന്നദാനം. അതുകൊണ്ട് ആൾക്കാർ വന്ന് ഇത്തിരി മെനക്കെടുന്നത്. അതുകൊണ്ട് ഞാനതിനെ കുറ്റം പറയത്തൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യത്തിൽ കുറ്റം പറയും, അതുവഴി വന്ന് മാത്രം അങ്ങ് നിന്നിട്ട് അങ്ങ് പോകരുത്. ഇതുവഴി വരണം. ഇതുവഴി വന്ന് ഇങ്ങോട്ടൊന്ന് കയറി ഇവിടെ വന്ന് ഈ ഭഗവാനെയൊക്കെ തൊഴുത്, ഭഗവാനെ അവിടുത്തെ പ്രസാദമാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് കേട്ടോ, അതുകൊണ്ട് അവിടുത്തെ പ്രസാദം കഴിക്കാൻ വേണ്ടി പോകാന്ന് പറഞ്ഞ് ഒരു ചില്ലിക്കാശ് തന്നെ ഇവിടെ കാണിക്കിട്ടോട് അങ്ങോട്ട് പോകാം പറ്റത്തില്ലയോ? ഇല്ലയോ? 1 രൂപയെങ്കിലും ഇവിടെ കാണിക്കയിട്ട് ഭഗവാനെ അവിടുത്തെ പ്രസാദം കഴിക്കാൻ വേണ്ടി പോവാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. നിങ്ങൾ ഇവിടെ നിന്നോട് പ്രഭാഷണം കേൾക്കണമെന്ന് ഞാൻ പറയത്തൊന്നുമില്ല. കാരണം എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന നിർബന്ധമില്ല. ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് എന്റെ പ്രഭാഷണം കേൾപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അത് ഞാൻ പറയാം കേട്ടോ. പക്ഷെ ഇതുവഴിയൊക്കെ ഇങ്ങോട്ടൊന്നും വന്ന് ഇവിടൊക്കെ കയറുന്ന തൊഴുത് ഒരു കാണിക്ക ഇട്ടില്ലും വേണ്ടില്ല, ഇവിടെ വന്ന് തൊഴുതേണ്ടി ഇതുവഴി അങ്ങോട്ട് പോയി അവിടെ നിൽക്കരുതില്ലയോ? അല്ലാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് കയറി ഇങ്ങോട്ട് വന്ന് അവിടെ അങ്ങോട്ട് നിന്ന് അതുവഴി തന്നെ അങ്ങ് പോകുന്നത്. നാരായണ ഓം നമോ ഭഗവതി നാമം ചൊല്ലു. ഓം നമോ ഭഗവതേ വാസുദേവായ നാമം ചൊല്ലു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്നലെ നമ്മൾ പറഞ്ഞത് ഒരശ്വത്ഥമാവ് എങ്ങനെ രൂപപ്പെട്ടു വരുന്നുള്ളതാ അല്ലേ? അശ്വത്ഥമാവ് പാഞ്ചാലിയുടെ മക്കളുടെ തല അറക്കുന്നിടം മുതലാണ് ഈ കഥ ആരംഭിക്കുന്നത്, ഭാഗവത കഥ ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു അശ്വത്ഥമാവ് എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് സമൂഹത്തിൽ? എല്ലാവരും ജനിക്കുന്നതായ സമയത്ത് അവരുടെ മനസ്സ് നിഷ്കളങ്കമാണ് അല്ലേ? പിന്നെ ജീവിതത്തിനോട് ബന്ധപ്പെട്ട അവരെ ഏതെല്ലാം വിഷയങ്ങളെ എങ്ങനെയൊക്കെ സ്വരൂപിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ സംസ്കാരമെല്ലാം വരുന്നത് ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അശ്വത്ഥമാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ടല്ല നമ്മൾ കാണേണ്ടുന്നത്. അശ്വത്ഥമാവ് ചിരഞ്ജീവിയാണ്, പകയുടെ പ്രതീകമായിട്ടാണ്. 7 ചിരഞ്ജീവികളാണ് നമ്മുടെ ശാസ്ത്രത്തിലുള്ളത്. ഇതെല്ലാം ജീവിച്ചിരിക്കുന്ന വ്യക്തികളാണ്. അവർ ഒരിക്കലും ഇങ്ങനെ വ്യക്തികളായിട്ട് ജീവിച്ചിരിക്കുകയാണ് എന്ന് വിചാരിക്കരുത്. മറിച്ച് അവർ ഓരോ ആശയങ്ങളായിട്ട് എപ്പോഴും മനുഷ്യന്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അതിലൊന്ന് അശ്വത്ഥമാവ് പകയുടെ പ്രതീകമാണ്. മനുഷ്യനുള്ളിടത്തോളം കാലം ആരുടെയെങ്കിലുമൊക്കെ ഉള്ളില് പകയുണ്ടാകും. ഈ പറഞ്ഞ എൻ്റെ ഉള്ളിലുണ്ട് പക, എനിക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് എനിക്ക് പകയുണ്ട് ഇല്ലയോ? നമ്മൾ ഞാൻ എന്നെ സാധുവായിട്ട് നിങ്ങളെ അങ്ങനെ മോശമാക്കാൻ ഞാനില്ല. അതുകൊണ്ട് എൻ്റെ ഉള്ളിലും എന്തുണ്ട്? ഈ പകയും അസൂയ. കാരണം നമുക്ക് അസൂയ വർദ്ധിച്ചു വരുന്നു വിചാരിക്കുക.
ഒരാളുടെ അസൂയുണ്ട് വിചാരിക്കുക, പിന്നെ ഇഷ്ടമില്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റമാണ്, അതോ ഇല്ലയോ? അവൾ പിന്നെ നല്ലത് ചെയ്താലും നമ്മുടെ മനസ്സിനകത്ത് അത് കുറ്റമാണ്, ഇല്ലയോ? പിന്നെ അങ്ങനെ വന്ന് 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 അസൂയ മൂത്ത് 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 അവക്ക് ഗുണം പിടിക്കുന്നത് നമുക്ക് കണ്ടുകൂടാ, അങ്ങനെ ഇല്ലയോ? ഇതിന്റെ പേരാ പക. അതുകൊണ്ട് അവൾ എങ്ങനെങ്കിലും ഒന്ന് തരം താഴണേ എന്നുള്ള ഒരു തോന്നലാണ് നമ്മുടെ മനസ്സിനകത്തുള്ള, ഇല്ലയോ? ഇതിന്റെ പേരാ പക. എന്റെ ഉള്ളിലും ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലും ഉണ്ട്. ഭഗവാനെ നല്ലതല്ല, മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അപ്പൊ ഈ അശ്വത്ഥാമാവ് ഈ പകയുടെ പ്രതീകമാണ്. പിന്നീട് ഒന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹാബലിയാണ്, ദാനത്തിന്റെ പ്രതീകമായിട്ട്. നോക്കെ എല്ലാ മനുഷ്യരിലും ഉണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നൊരു തോന്നലില്ലേ, ഇല്ലയോ? ആണാ ചേച്ചി ചിരിക്കുന്നത്. ഞാൻ കൊടുക്കാറില്ലെന്നൊന്നും അല്ല ചേച്ചി പറയും, ഞാൻ എപ്പോഴും കൊടുക്കുന്നതാണെന്നാ ചേച്ചി ചിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായി, ഇല്ലയോ? എല്ലാവരിലും ഉണ്ട് ഈ ദാനം. പിന്നെ ഒരാളുണ്ട് വ്യാസഋഷി, ജ്ഞാനത്തിന്റെ പ്രതീകമായിട്ട് എല്ലാവരിലും ഉണ്ട് ജ്ഞാനം. അറിവിന്റെ പ്രതീകമായിട്ട് വ്യാസ മഹർഷി, അദ്ദേഹം ചിരഞ്ജീവിയാണ്. പിന്നുള്ളത് ഹനുമാൻ, സേവ. എന്തിനെങ്കിലും വേണ്ടിയിട്ടാണോ ഇത്രയും അദ്ദേഹം കഷ്ടപ്പെട്ടിട്ട് ആ സീതാദേവിയുടെ ഇരിപ്പിടമൊക്കെ കണ്ടെത്തി ചെയ്തത്? സേവ. എന്താണ്? ഭഗവൻ സേവ. അത് ഹനുമാൻ പ്രതീകമാണ്. പിന്നീട് വിഭീഷണൻ, ഭഗവാന്റെ ഭക്തിയുടെ പ്രതീകമാണ് വിഭീഷണന്. പിന്നെ ഉള്ളത് കൃപരാണ്. കൃപര് മറ്റുള്ളവരൊക്കെ പുച്ഛമാണ്. ചില ആൾക്കാരെ കണ്ടില്ലയോ, ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു നോട്ടമൊക്കെ ഉണ്ട്. ഭഗവാനോട് പുച്ഛമാണ്. ഭഗവാനെ തോന്നാണ്ട് ഇങ്ങനെ വിഗ്രഹം തോന്നില്ലേ? എന്നിട്ട് പലരും ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ കാണുന്നവരോട് എടുക്കുന്നവരോടും എല്ലാം അങ്ങ് പുച്ഛമാണ്. ഒരു പേനായൊക്കെ കാണി വെളുത്ത ഉടുപ്പൊക്കെ ആയിരിക്കും. എന്നിട്ട് ഇവരുടെ ധാരണ ലോകം മുഴുവൻ അവരുടെ മണ്ടയ്ക്ക് ഇരിക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവർ ഒരുതരം പുച്ഛമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളിന്റെ പ്രതീകമാണ് ആര്? കൃപന്. പരശുരാമൻ അഹങ്കാരത്തിന്റെ പ്രതീകമാണ്. പരശുരാമന് അഹങ്കാരത്തിന്റെ പ്രതീകമാണ്. പിന്നീട് ഇങ്ങനെ അശ്വത്ഥമാവ്, മഹാബലി, വ്യാസൻ, ഹനുമാൻ, വിഭീഷണൻ, കൃപര്, പരശുരാമൻ, ഈ 7 പേരാണ് എന്ത്? ചിരഞ്ജീവികൾ. ഇവർ ഏഴിന്റെ പ്രതീകങ്ങളാണ്. ഇതില് അശ്വത്ഥമാവ് എന്ന് പറയുന്നത് പകയുടെ പ്രതീകമാണ്. ഒരശ്വത്ഥമാവ് എങ്ങനെ രൂപം കൊണ്ടുവരുന്നു എന്നാണ് ഇന്നലെ നമ്മൾ പഠിച്ചത്. എന്തുണ്ടാകുമ്പോഴും അച്ഛൻ പറയും, നിന്റെ മനസ്സ് ചെയ്തിരിക്കണം, അവനെ കണ്ടുപഠിക്കണം എന്നിങ്ങനെ പറഞ്ഞു അസൂയയും കുശുമ്പും അങ്ങനെ മൂത്ത് പകയുടെ ഒരു പ്രതീകമായിട്ട് തന്നെ അങ്ങ് മാറിയാല് അശ്വത്ഥമാവ്, ഇല്ലേ? നിങ്ങൾ കേട്ടായിരുന്നോ കഥ? കേട്ടു. അപ്പൊ ആശയം പിടികിട്ടിയായിരുന്നോ? പിടികിട്ടി. ഇനി നോക്ക്, ഞാൻ അടുത്ത ഒരു കഥാപാത്രത്തിനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുക. നമ്മള് ഇതെല്ലാം ഇങ്ങനെ കുറെ കേട്ടത് കൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ കുറെ കഥകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് സ്വാംശീകരിക്കാൻ പറ്റുമോ അതിനാണല്ലോ ഈ കഥകളെല്ലാം. അപ്പൊ അശ്വത്ഥമാവ് എങ്ങനെ രൂപം കൊള്ളുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, എന്തുണ്ടാകുമ്പോഴും അച്ഛൻ മകനെ ഇങ്ങനെ നിന്റെ ഉള്ളിൽ ഇരിക്കണം എന്ന് പറയുകയും നീ അവനെ കണ്ടുപഠിക്കണം എന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അറിയാതെ കണ്ട് മറ്റുള്ളവരോടുള്ള അസൂയ ഉണ്ടാകുകയും മറ്റുള്ളവരോടുള്ള വിദ്വേഷം മനസ്സിൽ കൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യുകയാണ് ആര്? ഈ മകന്, ഇല്ലയോ? അപ്പോഴങ്ങനെ മൂത്ത് വന്നിട്ട് മകൻ എന്തായി അവസാനം? ഒരു പകയുടെ പ്രതീകമായിട്ട് തന്നെ മാറി. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പില് വേറൊരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കുക. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. അപ്പൊ നാമം ചൊല്ലും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വസിഷ്ഠ മഹർഷിക്ക് 100 പുത്രന്മാരാണ്. അതിൽ മൂത്ത മകന്റെ പേരാണ് ശക്തി. ഈ ശക്തി ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഒരു ഇടുങ്ങിയ വഴിയിൽ വെച്ച് കൽമാഷപാദൻ എന്ന് പറയുന്ന രാജാവ് എതിരെ വരുന്നു. ഒരു ഇടുങ്ങിയ വഴിയാണ്. ഒരാള് വഴി മാറിക്കൊടുത്തെങ്കിലേ അടുത്ത ആളിന് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴാര് വഴി മാറിക്കൊടുക്കും? രണ്ടുപേരും മുഖാമുഖം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴീ രാജാവ് പറഞ്ഞു, രാജാവായ എനിക്ക് പ്രജയായ നീ വഴി മാറി തരൂ എന്ന് പറഞ്ഞു. ആരാ പറയുന്നേ? രാജാവ്. അതെനിക്കും അറിയാം. പേരെന്തുവാ? മീട്ടിക്ക് ഒരു കൈയടിച്ചേ. കൈയടിക്കും മോളെ. കൽമാഷപാദൻ എന്ന രാജാവ് പറഞ്ഞു. എന്തോ പറഞ്ഞേ? രാജാവായ എനിക്ക് നീ വഴിമാറി ത. അപ്പോഴ് ഈ ശക്തി പറയുകയാണ്,
ബ്രാഹ്മണനായ എനിക്ക് ക്ഷത്രിയനായ നീ വഴിമാറിത്ത. നോക്കണം, എന്താണ്? ബ്രാഹ്മണനായ എനിക്ക് ക്ഷത്രിയനായ നീ വഴിമാറിത്ത. ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. ആർക്ക്? ഈ രാജാവിന്. അടുത്തൊരു കമ്പ് കിടന്നു. ആ കമ്പെടുത്ത് ഈ ശക്തിയുടെ മണ്ടയ്ക്ക് ഒറ്റ അടി കൊടുത്തു. ആഹാ, നീ ബ്രാഹ്മണനെ തല്ലിയോ, എങ്കിൽ നീ ഒരു രാക്ഷസനായിട്ട് പോകട്ടെ. ഒരു ശാപം. അങ്ങനെ പെട്ടെന്ന് ഈ രാജാവ് ഒരു രാക്ഷസീയ രൂപം കൊണ്ടു. പക്ഷെ എങ്കിലും രൂപം കൊണ്ട് രാക്ഷസന്റെ ആയിരുന്നു എങ്കിലും മനസ്സിനകത്ത് മനുഷ്യത്വം ഉണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടല്ലോ? ഈ തക്കം നോക്കിയിട്ട് വിശ്വാമിത്രൻ മറ്റൊരു രാക്ഷസന്റെ ആത്മാവിനെ ആവാഹിച്ച ഈ കൽമാഷപാതനിൽ കയറ്റി. ഇവര് തമ്മിൽ എപ്പോഴും ഒരു പോരുണ്ട്. ആരാ? വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിൽ ഒരു പോരുണ്ട്. അതിന്റെ പിന്നിലൊക്കെ കുറെ കാര്യങ്ങളുണ്ടാകും. അവിടെ കിടക്കട്ടെ. എന്നിട്ട് ഈ കൽമാഷപാതനിൽ ഒരു രാക്ഷസന്റെ ആത്മാവിനെ ആവാഹിച്ച് കയറ്റിയിട്ട് പറഞ്ഞു, ശക്തിയുടെ എല്ലാ മക്കളെയും പിടിച്ച് തിന്നാൻ പറഞ്ഞു. അല്ല, ശക്തിയുടെ വസിഷ്ഠന്റെ എല്ലാ മക്കളെയും പിടിച്ച് തിന്നാൻ പറഞ്ഞു. അങ്ങനെ ആദ്യമേ ശക്തിയെ തിന്നു, പിന്നീട് ബാക്കിയുള്ള 99 മക്കളെയും തിന്നു. അങ്ങനെ വസിഷ്ഠ മഹർഷിക്ക് ഇപ്പൊ സന്താനം ഇല്ല. വസിഷ്ഠ മഹർഷി കാര്യം അറിഞ്ഞു. ആരാ ചെയ്തത്, ചെയ്യിപ്പിച്ചത് എല്ലാം അദ്ദേഹത്തിന്റെ ഉള്ളിൽ അറിയാം, ബോധ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ജീവിതമാകുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ പ്രതിസന്ധികൾ നമ്മളുടെ കർമ്മഫലം കൂടിയാണ്. അതുകൊണ്ട് ഇതിന് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാനോ ആരോടും പ്രതികാരം ചെയ്യുവാനോ ഞാനില്ല എന്ന് അദ്ദേഹം അങ്ങ് ഉറപ്പിച്ചു. ആര്? വസിഷ്ഠ മഹർഷി ഉറപ്പിച്ചു. അങ്ങനെ ദിവസങ്ങൾ കുറെ പോയി. ഇദ്ദേഹത്തിന്റെ ഇനിയും സന്താന പരമ്പര നിലനിർത്താൻ വേണ്ടി ഒരു സന്താനം പോലും അവശേഷിക്കുന്നില്ല. അതിന്റെ ഒരു ദുഃഖം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. ഒരു ദിവസം അദ്ദേഹം പുഴയിലിറങ്ങി കുളിയും കഴിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴ് ആരോ ഒരാള് വേദം ചൊല്ലിക്കൊണ്ട് തന്നെ പിന്തുടരുന്നതായിട്ട് അദ്ദേഹത്തിന് ശബ്ദം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കാതെ കണ്ട് തന്നെ ചോദിച്ചു, ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോളൂ, എന്റെ മകൻ ശക്തിയെ പോലെ ഇത്ര സ്പഷ്ടമായി സ്ഫുടമായി ഉച്ചാരണ ശുദ്ധിയോട് വേദം ചൊല്ലുന്നത് ആരെ? അപ്പം ഇദ്ദേഹത്തിന്റെ മകൻ ശക്തിക്ക് വേദം നല്ലതുപോലെ ചൊല്ലുവാൻ, സ്ഫുടമായി സ്പഷ്ടമായിട്ടെല്ലാം ചൊല്ലുവാൻ അറിയാവുന്ന ആളായിരുന്നു എന്ന് സാരം. മനസ്സിലായോ? ഇങ്ങനെ ഇത്രയും ശരിയായിട്ട് വേദം ചൊല്ലുവാൻ അറിയാമായിരുന്ന ആളാണ് ഈ രാജാവിനോട് പറഞ്ഞത്, ബ്രാഹ്മണനായ എനിക്ക് ക്ഷത്രിയനായ നീ വഴിമാറിത്ത എന്ന ആ ബ്രാഹ്മണ അഹങ്കാരം. മനസ്സിലായോ? വിദ്യ വിനയസമ്പന്നോ, അതായത് ഒരു മനുഷ്യൻ എത്രത്തോളം അറിവ് കൂടുന്നുണ്ടോ അത്രത്തോളം അവനെ വിനയമുള്ളവനാക്കി മാറ്റും. വിനയമില്ലാത്ത ധാർഷ്ട്യമുള്ളവൻ കാണാപ്പാടം കുറെ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അവന്റെ തലയിൽ കയറിയിട്ടില്ല, അത് അവനെ ഫലം ചെയ്തിട്ടില്ല എന്ന് സാരം. അപ്പോൾ ഈ ശക്തി കാണാപ്പാഠമെല്ലാം വേദം ചൊല്ലുമായിരുന്നു, നല്ല സ്ഫുടമായിട്ടൊക്കെ വായിക്കുമായിരുന്നു, എല്ലാം ശരിയാ. പക്ഷേ അതിനകത്ത് പറയുന്ന ആശയം അങ്ങേരെ സ്വാധീനിച്ചിട്ടില്ലായിരുന്നു എന്ന് സാരം. ഏതുപോലെ? ഭാഗവതമൊക്കെ നമ്മൾ കാണാപ്പാടങ്ങ് വായിക്കും, പക്ഷെ ഭാഗവതത്തിൽ പറയുന്നത് എന്താ, അതിന്റെ ആശയം നമ്മുടെ തലയിലോട്ട് കയറിയിട്ടില്ല. അതുപോലെ സത്യമില്ലോ ചേച്ചി? ഞാൻ പറഞ്ഞേ അല്ലയോ? ചേച്ചി ഭാഗവതം വായിക്കുന്നത് എനിക്കറിയാം, കാണുമ്പോഴേ അറിയാം ഓരോരുത്തരെ ഭാഗവതം വായിക്കുന്ന ആരൊക്കെയാണെന്നുള്ളത്. തമാശ പറഞ്ഞല്ല, ഒരു മഹാപുണ്യോ. പിന്നെ ചേച്ചി വായിക്കത്തില്ലയോ? അല്ലേ? കണ്ടുപോലില്ല ഭാഗവതം, ഇല്ലയോ? നാമം ചൊല്ലും, ഓം നമോ ഭഗവതി വാസുദേവായ. നാമം ചൊല്ലും, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോഴേ പിറകിൽ നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. ആ സ്ത്രീ പറയുകയാണ്, അവിടുത്തെ പുത്രൻ ശക്തിയുടെ മകൻ എന്റെ ഉദരത്തിൽ വളരുന്നു. അവനാണ് ഗർഭപാത്രത്തിൽ കിടന്നുകൊണ്ട് ഈ വേദം ചൊല്ലിയത്. അതാണ് അവിടുന്ന് കേട്ടത്. പെട്ടെന്ന് തിരിഞ്ഞു നിന്നു ഒരു സ്ത്രീ, അദൃശ്യ എന്ന് പറയുന്ന ഒരു പറകിപ്പെണ്ണ്. കേട്ടോണം,
ഇച്ചിരി മുമ്പേ ഞാൻ ബ്രാഹ്മണനാണ് എന്ന് വലിയ വീമ്പിളക്കിയ ആ ബ്രാഹ്മണന് അവിഹിതമായിട്ട് ഉണ്ടായതായ ഒരു കൊച്ച്, ഏത്? ഈ പതകിപ്പെണ്ണില്. അതാണ് ഗർഭം ധരിച്ചിരിക്കുന്നത്. ചിന്തിച്ചു നോക്കി നിങ്ങൾ. വേദവ്യാസ മഹർഷി ഇതെല്ലാം എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. പെട്ടെന്ന് വലിയ സന്തോഷമുണ്ടായി. ആർക്ക്? വസിഷ്ഠ മഹർഷിക്ക്. എന്താ കാര്യം? തന്റെ പരമ്പരയെ നിലനിർത്തുവാൻ വേണ്ടി ഇതാ ഒരു കണ്ണി അവശേഷിച്ചിരിക്കുന്നു. തന്റെ പരമ്പരയെ നിലനിർത്താൻ വേണ്ടി ഇതാ ഒരു കണ്ണി അവശേഷിച്ചിരിക്കുന്നു. ആ ഒരു സന്തോഷം പെട്ടെന്ന് ആ സ്ത്രീയെ കൂട്ടി തന്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി. യഥാസമയം അവളൊരു ആൺകുച്ചിന് ജന്മം കൊടുത്തു. ആ ആൺകുഞ്ഞാണ് പരാശരൻ. ആരാണ്? പരാശരൻ. വസിഷ്ഠന്റെ പുത്രൻ ശക്തിയുടെ മകനാണ് പരാശരൻ. അദൃശ്യ എന്ന് വസിഷ്ഠന്റെ പുത്രൻ ശക്തി. ഈ ശക്തിയുടെ മകനാണ് ആര്? പരാശരൻ. അറിയില്ലയോ? വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുഗദാദം തപോനിധിം. ചൊല്ലുന്നില്ലേ വിഷ്ണു സഹസ്രനാമം? ഞാൻ കണ്ടല്ലോ ചൊല്ലുന്നത്. ഓം. അപ്പൊ അതിനകത്തുണ്ട്. പോട്ടെ, നമുക്ക് കഥയുടെ മൂഡ് പോകണ്ട, അതങ്ങനെ അവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോഴ് ഈ പരാശരൻ വളർന്നു വരുമ്പോഴെല്ലാം വസിഷ്ഠൻ തന്റെ അച്ഛനാണ് എന്ന ധാരണയിലാണ് വളരുന്നത്. അല്ലാതെ കണ്ട അപ്പൂപ്പനാണെന്നുള്ള ഒരു ധാരണ ഇല്ല. അമ്മയും തിരുത്തിയില്ല, അപ്പൂപ്പനും തിരുത്തിയില്ല. അങ്ങനെ തന്നെ വളർന്നു വന്നു. യൗവനമായപ്പോഴ് അമ്മ പറഞ്ഞു കൊടുത്തു, മകനെ, ഇത് മോന്റെ അച്ഛനല്ല, അപ്പൂപ്പനാ. മോന്റെ അച്ഛനെ ഇതുപോലെ കൽമാഷപാതൻ എന്ന് പറയുന്ന രാക്ഷസൻ പിടിച്ച് തിന്നുകയായിരുന്നു. മാത്രമല്ല ചിറ്റപ്പന്മാരെ എല്ലാം കൊന്നു. പെട്ടെന്ന് ഈ പരാശരന്റെ ഉള്ളിൽ ഈ രാക്ഷസന്മാരോടുള്ള ക്രോധം ഇങ്ങനെ ഇരച്ചു കയറി. ഉന്മൂലനം ചെയ്യും ഞാൻ അവരെ എന്ന് പറഞ്ഞുകൊണ്ടൊരു യാഗം ആരംഭിച്ചു. ആ യാഗം തുടങ്ങിക്കഴിഞ്ഞപ്പോഴേ രാക്ഷസന്മാരുടെ മുത്തച്ഛനാകുന്ന പുലസ്ത്യനും ഈ വസിഷ്ഠനും കൂടി വന്നിട്ട് ഈ പരാശരനോട് പറഞ്ഞു, മക്കളെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ എന്നത് സ്വാഭാവികമാണ്. നമ്മളുടെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിന് നീ മറ്റുള്ളവരോടുള്ള പക നിന്റെ ഉള്ളിൽ ചുമ്മിക്കൊണ്ട് നടന്നാൽ, അവരോടുള്ള ശത്രുത നിന്റെ ഉള്ളിൽ ചുമ്മിക്കൊണ്ട് നടന്നാൽ നീ നശിച്ചു പോകുന്നതല്ലാതെ കണ്ട് അവർക്കൊരു ഛേദവും ഉണ്ടാവില്ല. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് ഈ പകയിൽ കൂടി നീ സ്വയം നശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആരോടും വിദ്വേഷം ഉള്ളിൽ ചുമ്മരുത്. മനസ്സ് ശുദ്ധമാക്കി വെക്കണം. നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ കർമ്മഫലമാണ് എന്ന് വിചാരിക്കണം. അതുകൊണ്ട് ഈ യാഗം ഇപ്പോൾ നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹം യാഗം നിർത്തി. ആ യാഗാഗ്നിയെ ഉപേക്ഷിച്ചു. എന്നിട്ടൊരു തീരുമാനം മനസ്സിലെടുത്തു. എന്ത്? ആരോടും ഒരു വെറുപ്പ് ഞാൻ എന്റെ മനസ്സിൽ ഇനിയും ചുമത്തില്ല. കേൾക്കുന്നുണ്ടോ? കേട്ടോ? ആരോടും ഒരു വെറുപ്പ് ഞാൻ ഇനിയും എന്റെ മനസ്സില് ചുമത്തില്ല എന്ന് ഒരു തീരുമാനം അങ്ങ് എടുത്തു. ആര്? ഈ പരാശരൻ. ഈ പരാശരന്റെ പുത്രനാണ് വേദവ്യാസൻ. ആ വേദവ്യാസന്റെ പുത്രനാണ് ശുകബ്രഹ്മർഷി. ആ ശുകബ്രഹ്മർഷിയാണ് പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുന്നത്. കേൾക്കുന്നുണ്ടല്ലോ? നാമം ജപിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പം ജീവിതത്തിൽ അപ്പോഴപ്പോഴുണ്ടായതായ ഓരോ നിമിത്തങ്ങളിൽ കൂടിയുള്ള അസൂയയും വെറുപ്പുമെല്ലാം മനസ്സിനകത്ത് ചുമ്മിക്കൊണ്ട് വളർന്നു വന്നതായ അശ്വത്ഥാമാവ് പകയുടെ പ്രതീകമായി മാറിയപ്പോൾ ആരോടും ഒരു വിദ്വേഷം എന്റെ ഉള്ളിൽ ഞാൻ കൊണ്ടു നടക്കത്തില്ല എന്ന് തീരുമാനമെടുത്ത് മനസ്സിനെ ശുദ്ധമാക്കി ആരോടും വെറുപ്പില്ലാതെ കണ്ട് ജീവിച്ചതായ ആ പരാശരന്റെ പൗത്രൻ ബ്രഹ്മജ്ഞാനിയായി മാറി. മറ്റൊരെല്ലാം ബ്രഹ്മജ്ഞാനികൾ തന്നെ കേട്ടോ. മഹാബ്രഹ്മജ്ഞാനിയായി മാറി. ഇതിലേതു വേണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതിലേതു വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അശ്വത്ഥാമാവാകണോ നിങ്ങളും നിങ്ങളുടെ മക്കളും, അതോ ശുകബ്രഹ്മർഷിയെ പോലെ ലോകത്തിന് പ്രയോജനമുള്ളവനായി തീരണോ നിങ്ങളും നിങ്ങളുടെ മക്കളും എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം.
അശ്വത്ഥാമാവ് ആകണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കിട്ടിയാൽ ഒത്തിരി മനസ്സിൽ ചുമ്മിക്കൊണ്ട് നടക്കണം. പറഞ്ഞ് മനസ്സിലായോ? അതല്ല സുഖബ്രഹ്മർഷി ആകണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മുളയിലെ നുള്ളി പുറത്ത് കളഞ്ഞേക്കണം. കേൾക്കുന്നുണ്ടോ? മുളയിലെ നുള്ളി പുറത്ത് കളഞ്ഞ് ആരോടും വെറുപ്പില്ലാതെ ആ വെറുപ്പും ചുമ്മിക്കൊണ്ട് നടക്കാതെ ഇരിക്കണം. അശ്വം പിടിയിട്ടു മോളെ പിടി കിട്ടിയോ? ഞങ്ങളൊക്കെ ഇനിയിപ്പോ കിളവന്മാർ ഇനിയിപ്പോ എന്താ ചുമ്മിയാലെന്താ ചുമ്മിയില്ലേലെന്താ? എന്റെ പൊന്നുമോളെ മോക്ക് മനസ്സിലായോ കാര്യം? പള്ളിക്കൂടത്തിലായാലും നമ്മുടെ വീട്ടിലായാലും നാട്ടിലായാലും ഒക്കെ ആരെങ്കിലും ഒക്കെ നമ്മളെ കുറ്റം പറയുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളോട് ദേഷ്യമൊക്കെ കാണിക്കും. പക്ഷെ നമ്മൾ അവരോടുള്ള വെറുപ്പും ചുമ്മിക്കൊണ്ട് നടന്ന നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവും മോളെ? ഉണ്ടാകത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? അവരായി അവരുടെ പാടായി ഇല്ലേ? അവരവരുടെ സംസ്കാരം കാണിക്കുന്നു. എന്റെ സംസ്കാരം ഞാൻ അവരെ കുറിച്ചുള്ള വെറുപ്പ് ചുമത്തില്ല. എനിക്ക് അവരുടെ യാതൊരു വെറുപ്പിന്റെ ആവശ്യമില്ല. കാരണം അവരുടെ ഉള്ളിലിരിക്കുന്നത് ഈശ്വരനാ, എന്റെ ഉള്ളിലിരിക്കുന്നത് ഈശ്വരനാ എന്നൊരു ചിന്ത മോക്ക് വന്നാലോ മോക്ക് 10 മാർക്ക് കൂടുതൽ വാങ്ങിക്കാം പരീക്ഷയിൽ. പറഞ്ഞു മനസ്സിലായോ? 10 മാർക്ക് കൂടുതൽ വാങ്ങിക്കാം. അല്ലാണ്ട് അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലയോ, അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലയോ, അയ്യോ കിഴിക്കക്കാരിയോ എന്ത് പഠിച്ചക്കാരോ എന്തിന് ഇത് ചുമ്മിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ മോടെ 10 മാർക്ക് തന്നെ ഞാൻ കുറഞ്ഞു പോകും. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് ജീവിതത്തിൽ പുരോഗമനം വേണമെന്നുണ്ടേ എങ്കിൽ നമ്മുടെ അന്ധകരണത്തെ നമ്മൾ ശുദ്ധമാക്കി വെച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. മോക്ക് മനസ്സിലായോ? അതുകൊണ്ട് ആരോടും വെറുപ്പും ചുമ്മിക്കൊണ്ട് നടക്കരുത് പൊന്നുമോള് കേട്ടോ. കേൾക്കുന്നുണ്ടല്ലോ? ഈ കളവിമാരെയൊക്കെ വിട്ട് ഞങ്ങളൊക്കെ ഒരേ കാറ്റഗറിയാണ്. ഇനിയിപ്പം ചുമ്മിയാൽ എന്തുവാ, ചുമ്മിയില്ലാൽ എന്തുവാ, ഇല്ലയോ അമ്മച്ചിയെ അല്ലേ? പക്ഷെ ചുമ്മാതിരുന്ന ഉള്ള കാര്യം നമുക്ക് ശാന്തിയോടും സമാധാനവും ഒക്കെ ആയിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും. നാമം ജപിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. നാമം ജപിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ രാത്രിയിൽ അശ്വത്ഥാമാവ് പാണ്ഡവരുടെ പാളയത്തിൽ കയറി പാഞ്ചാലിയുടെ മക്കളുടെ തലയെല്ലാം അറുത്തെടുത്തു. പാഞ്ചാലിയുടെ രോദനം കേട്ടുകൊണ്ട് പാണ്ഡവന്മാരും ഭഗവാൻ ശ്രീകൃഷ്ണനും അടുത്തു വരുന്നു. ഈ ഭയങ്കരമായിരിക്കുന്ന അവസ്ഥ അവർ കാണുന്നു. അപ്പൊ ഭഗവാൻ തന്നെ പറയുകയാണ്, ഇത്രയും ദുഷ്ടപ്രവൃത്തി ചെയ്ത ഉറങ്ങിക്കിടുന്നവരെ വധിച്ച ഇവനെ കൊല്ലണം എന്ന് ഭഗവാൻ തന്നെ പറയുകയാണ്. അപ്പോൾ ഭീമസേനൻ പറയുകയാണ്, ആരാണോ ഈ ദുഷ്ടപ്രവൃത്തി ചെയ്ത ആയതാനി ഈ ഇത്രയും ഘോരമായ പ്രവൃത്തി ചെയ്തത്, അവന്റെ തല ഞാൻ എടുത്തുകൊണ്ടുവരും. ആ തലയിൽ ഇരുന്നു കൊണ്ട് വേണം നീ നിന്റെ മക്കളുടെ പിണ്ടകർമ്മം ചെയ്യാൻ, നിന്റെ മക്കളുടെ പിണ്ടകർമ്മം ചെയ്യാൻ എന്ന് അർജുനൻ പറയുക. മഹാഭാരതത്തിലെ കഥയും ഭാഗവതത്തിലെ കഥയും തമ്മില് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ മഹാഭാരതത്തിനകത്ത് ഭീമസേനനാണ് അശ്വത്ഥാമാവിനെ പിടിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഇവിടെ അർജുനനാണ്. കുറെ വ്യത്യാസങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. കാരണം ഓരോ ഗ്രന്ഥരചനയ്ക്കും ഓരോ ലക്ഷ്യമാണല്ലോ. ഇവിടെ നമ്മുടെ മനസ്സിനെ കൂടുതൽ ശുദ്ധമാക്കി നമ്മള് ആ അന്ധകരണ ശുദ്ധിയിൽ കൂടി ഈശ്വരനും ജീവാത്മാവും ഒന്നാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മളെ ഉയർത്താൻ വേണ്ടിയുള്ള അന്ധകരണ ശുദ്ധി ഉണ്ടാകണം വേണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഭാഗവതം. അതുകൊണ്ട് ഇതിനകത്ത് കഥകൾ പറയുമ്പോൾ അതിൽ നിന്നും വ്യത്യാസം കുറേയേറെ കാണും. അപ്പോൾ അർജുൻ ഇങ്ങനെ ശപഥമൊക്കെ ചെയ്തിട്ട് അശ്വത്ഥാമാവനെ അന്വേഷിച്ചു പോകുകയാണ്. ഭഗവാനാണ് തേരാളി. ഇവരെ കണ്ടപ്പോൾ അശ്വത്ഥാമാവ് ഓടുകയാണ്. നിവൃത്തിയില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴേ ഒരു ദർഭപ്പുല്ല് പറിച്ചിട്ട് സങ്കല്പിച്ചു ബ്രഹ്മാസ്ത്രമായി അയച്ചു. ദർഭപ്പുല്ല് പറിച്ച് ബ്രഹ്മാസ്ത്രമായി സങ്കല്പിച്ച് അയച്ചു. കേൾക്കുന്നുണ്ടല്ലോ? അപ്പം ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? അപ്പോഴവിടെ സങ്കല്പമാണ് ഇല്ലേ? അപ്പൊ ആ സങ്കല്പം ഉണ്ടായില്ലെങ്കിൽ ദർഭപ്പുല്ല് ഒന്നുമില്ലേ? അപ്പോഴവിടെ ആ സങ്കല്പത്തിനാണ് പ്രാധാന്യം. ദർഭപ്പുല്ലിനെ എന്തായിട്ട് ബ്രഹ്മാസ്ത്രമായി സങ്കല്പിച്ചയച്ചു. ആരുടെ സങ്കല്പമാണ്? അശ്വത്ഥാമാവിന്റെ സങ്കല്പം. അതിങ്ങനെ അന്തരീക്ഷത്തെ മുഴുവനും ദഹിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ അർജുനന് കാര്യം മനസ്സിലായില്ലേ? ഭഗവാനോട് തിരിഞ്ഞിങ്ങനെ ചോദിച്ചു, എന്തായി കാണുന്നത്? ഭഗവാൻ പറഞ്ഞു, ഇത് ബ്രഹ്മാസ്ത്രമാണ്. പ്രയോഗിക്കാൻ അവൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ ഉപസംഹരിക്കുവാനുള്ള വിദ്യ അവന് അറിയില്ല. പ്രയോഗിക്കാൻ അറിയാം, ഉപസംഹരിക്കുവാൻ അറിയില്ല. ഏതുപോലെ ചിന്തകൾ നമ്മുടെ ഉള്ളിലും സങ്കല്പങ്ങൾ വരും ഇല്ലേ? ആ സങ്കല്പങ്ങളെ ഒന്ന് ഉപസംഹരിക്കാൻ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചാൽ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ലല്ലോ.
പറ്റത്തില്ല ചില സമയത്തും. അതുകൊണ്ടില്ലയോ നമ്മളെ കൊണ്ട് ഉപസംഹരിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടില്ലയോ കൈ കിട്ടുന്നിടത്ത് പിള്ളേരുടെ മണ്ടയ്ക്ക് താങ്ങുന്നേ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, അവൻ ഉപസംഹരിക്കാനുള്ള ശേഷിയില്ല, നീ അതിനെതിരായിട്ട് ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ച് രണ്ടിനെയും ഉപസംഹരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അർജുനനും ദേഹശുദ്ധി വരുത്തി സങ്കല്പം കൊണ്ട് എന്തിനെ അയച്ചു? ബ്രഹ്മാസ്ത്രത്തെ അയച്ചു. രണ്ടിനെയും ഇല്ലായ്മ ചെയ്തു. ഏതുപോലെ നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലുമുള്ള പകയാകുന്ന, അല്ലെങ്കിൽ അസൂയയാകുന്ന, അല്ലെങ്കിൽ ക്രോധമായിട്ടൊന്ന് പൊന്തി വരുമ്പോൾ പെട്ടെന്ന് നമ്മള് നാരായണ നാരായണ നാരായണ, യാതൊന്ന് കണ്ടോ നാരായണ പ്രതിമ, യാതൊന്ന് കേട്ടോ നാരായണ സ്തുതികൾ, യാതൊന്ന് ചെയ്തത് നാരായണാർച്ചനകൾ, യാതൊന്ന് തക്കഹരി നാരായണായ നമ, അവന്റെ ഉള്ളിൽ എന്റെ ഉള്ളിൽ നാരായണനാണല്ലോ ഭഗവാനെ എന്നൊരു സങ്കല്പം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യത്തേത് ഇല്ലാതെ കണ്ടാകൂല്ലേ? ഇല്ലാതാകത്തില്ലേ? അല്ലാതെ അതേ മുറുക്കി പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കൂട്ടി 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 കൂട്ടി, അവൾ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞല്ലേ, അവിടെ വെച്ച് ഞാൻ കണ്ടപ്പോഴും അവിടെ മുഖം ഇങ്ങനെ തന്നെ ആയിരുന്നു, ഒരു പോക്ക് കാണണമായിരുന്നു എന്നെ കണ്ടപ്പം അവിടെ ഒരു പോക്ക് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണെന്നുണ്ടെങ്കിലോ എവിടെ ചെന്നെത്തും? അതിനു പകരം ആ മുളയിലെ തന്നെ നിങ്ങൾ ഈശ്വരീയമായ മറ്റൊരു സങ്കല്പം കൊണ്ടെന്ന് അതിനെ ഉപസംഹരിക്കുകയാണെങ്കിലോ അന്ധകരണ ശുദ്ധി ഉണ്ടാവത്തില്ലേ? ആശം പിടി കിട്ടിയോ? ഇതുപോലെ കഥ കേൾക്കുമ്പോഴെല്ലാം നമ്മളോട് ബന്ധപ്പെടുത്തി മാത്രം ചിന്തിച്ചോളൂ കേട്ടോ. നാമവും ചൊല്ലണ കിടക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. എന്നിട്ട് ഈ പശുവിന്റെ കഴുത്തിൽ കയറിട്ട് കെട്ടി വരിഞ്ഞു കൊണ്ടുവരുന്നത് പോലെ ഈ അശ്വത്ഥാമാവിന്റെ കഴുത്തിൽ കയറിട്ട് കാളെ കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവന്ന് കുടീരത്തിൽ കൊണ്ടുവന്നു. അപ്പൊ ഭീമസേനൻ പറഞ്ഞു ഇവനെ കൊല്ലണം. പാഞ്ചാലി ഇറങ്ങി വന്നു. പാഞ്ചാലി ഇറങ്ങി വന്നിട്ട് നേരെ പോയിട്ട് ഈ ദ്രോണാചാര്യരുടെ പുത്രനെ അങ്ങ് നമസ്കരിക്കുക ചെയ്തത്. നമ്മൾ വിചാരിച്ചു പാഞ്ചാലി ഇറങ്ങി വന്നിട്ട് അവനെ കൊല്ല എന്ന് പറയുമെന്നില്ലേ? എന്താ മഹാഭാരതത്തിൽ പറയുന്നത് അറിയാൻ വയ്യ, പക്ഷെ ഭാഗവതത്തിൽ പറയുന്നത് ഇങ്ങനെയാ. എന്ത്? എന്റെ ഭർത്താവിനെ ലോകത്തിലേക്കും ഏറ്റവും ശ്രേഷ്ഠനായി തീർത്ത ആ ആചാര്യൻ തന്നെയാണ് ഇവിടെ പുത്രനായി നിൽക്കുന്നത്. വേദം പറയുന്നു അച്ഛൻ തന്നെയാണ് മകനായിട്ട് വന്ന് ജനിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഭാര്യയ്ക്ക് ജായ എന്നുള്ള പര്യായമുണ്ടായി. അതുകൊണ്ട് ആ ദ്രോണാചാര്യന് തന്നെയാണ് ഈ അശ്വത്ഥാമാവായിരിക്കുന്നത്. അച്ഛൻ തന്നെയാണ് മകനായിട്ട് വന്ന് ജനിക്കുന്നത് എന്ന്. കേട്ടോ, സത്യം കേട്ടോ. അച്ഛനടി തന്നെയാ, മകനെ കളി തന്നെ, അല്ലയോ? ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. എന്നിട്ട് ഇതും പറഞ്ഞു. എന്ത്? ഇവന്റെ അമ്മ കൃപി ജീവിച്ചിരിപ്പുണ്ട്. ഈ പുത്രന്റെ മരണവാർത്ത കേട്ട് കഴിഞ്ഞാൽ ആ അമ്മയുടെ മനസ്സ് എത്ര ദയനീയമായിരിക്കും, സങ്കടം എത്ര വലുതായിരിക്കും എന്ന് പുത്രൻ നഷ്ടപ്പെട്ട, മക്കൾ നഷ്ടപ്പെട്ടതായ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഞാൻ മുഖാന്തിരം ഇവന്റെ അമ്മ ദുഃഖിക്കാൻ ഇടവരരുത്, അഴിച്ചുവിടൂ എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, കൊന്നതിന് തുല്യമാക്കാൻ പറ്റും, കൊന്നതിന് തുല്യമാക്കാൻ പറ്റും. തലമുടി, ഈ ശിഖ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ബ്രാഹ്മണർക്ക് കുടുമി വെക്കുന്ന സാധനമില്ലേ, അതിനെ അങ്ങ് ചൊരച്ചു. അവരുടെ അഭിമാനത്തിന്റെ പ്രതീകമാണ് കേട്ടോ. അതിനെ അങ്ങ് ചൊരച്ചെടുത്തു. തലയിൽ ജന്മനാ ഉള്ളതായ ഒരു ചൂടാരത്നമുണ്ട്, അതും കവർന്നെടുത്തു. ഇത് രണ്ടും കവർന്നെടുത്ത് അപമാനിതനാക്കി പുറത്തു വിട്ടു. മരണതുല്യമാണ് ഈ അപമാനം, ഇല്ലേ? നമ്മൾ പറയത്തില്ലേ പലപ്പോഴും, അയ്യോ എന്തോ വഴി, അവിടെ മുമ്പിൽ ഞാൻ അങ്ങ് ഇല്ലാതായി പോയി, ഇല്ലേ? നാളെ കെട്ട് പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ്, ഓ അവരുടെ മുമ്പിൽ ഞാൻ അങ്ങ് ഇല്ലാതായി പോയി. അത്രയ്ക്കായി അപമാനം എന്ന് പറയുന്നത്. അതുപോലെ മരണതുല്യമാ, അതും ഇല്ലയോ? ഓ നിങ്ങളത് കുറ്റി പോലെ ഇരിക്കുന്നു. എന്റെ കഥയിലങ്ങ് മൊഴി ഉറങ്ങിപ്പോയതൊന്നും അല്ലല്ലോ, ഒന്നും അല്ലല്ലേ? അവൻ ചോദിക്കും, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. അയച്ചു വിട്ടു. സാധാരണഗതിയിൽ ഒരു മനുഷ്യനാണെങ്കിൽ എന്താ വിചാരിക്കുക? ഒന്നുമില്ലെങ്കിൽ ആ അമ്മയുടെ നല്ല മനസ്സുകൊണ്ട് എന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്നാ വിചാരിക്കുക, അല്ലേ? പക്ഷെ എപ്പോഴും ഉള്ളിൽ മറ്റുള്ളവരോടുള്ള വിദ്വേഷവും പകയും ചുമ്മിക്കൊണ്ട് നടക്കുന്ന അശ്വത്ഥാമാക്കൾക്ക് അത് പറ്റില്ല.
അദ്ദേഹം ഉടനെ നോക്കിയത് അവരുടെ വംശം നിലനിൽക്കുവാൻ ഏതെങ്കിലും ഒരു തരി അവശേഷിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചത്. അപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ മരിച്ചുപോയതായ അഭിമന്യുവിന്റെ ഭാര്യ ഉത്തര ഗർഭിണിയാണ് എന്ന് മനസ്സിലായി. ആ ഗർഭത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകുവാൻ വേണ്ടി ഭഗവാൻ തയ്യാറായി നിൽക്കുന്നതായ സമയത്ത് ഉത്തര ഓടി ഓടി വന്നിട്ട് പറയുകയാണ്, ഭഗവാനെ, ഹേ യോഗേശ്വര, അവിടുന്ന് അല്ലാതെ കണ്ടു മറ്റാരും ഈ സംസാര ദുഃഖമാകുന്ന മൃത്യുവിൽ നിന്ന് എന്നെ മോചിപ്പിക്കാനില്ലേ? കാരണം മറ്റുള്ളവരെല്ലാം മൃത്യു പരസ്പരം ഭയക്കുന്നവരാ. മൃത്യു എന്ന് പറഞ്ഞാല് ഭയമാ. ഞാൻ ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭയത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കുവാൻ ഭഗവാനെ അവിടുന്നല്ലാതെ മറ്റാരും ആശ്രയമില്ല. കാരണം എത്ര മൃത്യു പരസ്പരം, ബാക്കിയുള്ളവരെല്ലാം പരസ്പരം ഭയത്തിലാണ്. ഇല്ലേ? അച്ഛന് മക്കളെ ഭയമാ, മക്കൾക്ക് അച്ഛനെ ഭയമാ, ഭാര്യയ്ക്ക് ഭർത്താവിനെ ഭയമാ, ഭർത്താവിന് ഭാര്യയെ ഭയമാ. ആണോ ഇല്ലയോ? അയലത്തുകാരെ മൊത്തം ഭയമാണ്, അയലത്തുകാർക്ക് മൊത്തം നമ്മളെ ഭയമാണ്. എല്ലാവരും പരസ്പരം ഭയത്തിലാ. എന്താ കാരണം? ഭയം ജാത. എല്ലാവർക്കും ഞാൻ വേറെയാണ്, അവര് വേറെയാണ്. അല്ലേ? അങ്ങനെ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായ ഒരു ഇണ്ടൽ ബദ മിണ്ടാവതല്ല മമ. നമ്മളെല്ലാം ഞാനും നീയും എന്ന ഭാവത്തിൽ നിൽക്കുന്നതല്ലേ? അല്ലാതെ കണ്ട് എല്ലാം ഈശ്വരനാണ് എന്ന ഭാവത്തിലാണോ? അല്ല, എല്ലാം ഈശ്വരനാണെന്നുള്ള ഭാവത്തിലാണ് ഈശ്വരൻ. കാരണം എന്താ? ഈ പ്രപഞ്ചമേ അദ്ദേഹത്തിന്റെ ശരീരമാണ്. യജ്ഞപുരുഷനായിരിക്കുന്ന വിഷ്ണുവിന്റെ ശരീരമാണ് ഈ പ്രപഞ്ചമില്ലേ? അതുകൊണ്ട് പ്രപഞ്ചത്തിലെ ഓരോ കണികയും അദ്ദേഹത്തിന്റെ അംശങ്ങളല്ലേ? നമുക്ക് നമ്മുടെ ഏതെങ്കിലും അംശം നിഷിദ്ധമാണോ? അല്ല. അതുകൊണ്ട് ഭഗവാൻ എല്ലാവരും സമനാണ്. അതുകൊണ്ട് നമുക്കും നമ്മളിലെ ഈ മൃത്യുഭയത്തെ, ഈ സംസാര ദുഃഖത്തെ അതിജീവിക്കാൻ ആരെ മാത്രമേ ശരണം പ്രാപിക്കാനുള്ളൂ? ജഗത്പിതാവാകുന്ന, സർവ്വവ്യാപിയായിരിക്കുന്ന, നമ്മുടെ അന്തര്യാമിയായിരിക്കുന്ന, ആത്മസ്വരൂപമായിരിക്കുന്ന, സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന കൃഷ്ണനെ അല്ലാതെ മറ്റാരെ അഭയം പ്രാപിക്കാനാ? നാം ജപിച്ചേ, സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ. നമ്മളെ ആ താപത്രയങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിക്കുവാൻ നമ്മളുടെ ആത്മസ്വരൂപമായിരിക്കുന്ന, സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലാതെ കണ്ട് മറ്റാർക്കും സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ഉത്തര ഭഗവാനോട് പറയുക, എത്ര മൃത്യു പരസ്പരം, ബാക്കിയെല്ലാം പരസ്പരം ദ്വൈതഭാവത്തിൽ നിന്നുകൊണ്ട് മൃത്യുവിൽ വർദ്ധിക്കുന്നവർ അദ്വിതീയാത്മൈ ഭയം ജാത. എവിടെ വരെ ഞാനും നീയും എന്നുള്ള തോന്നലുണ്ടോ അതുവരെയും ഭയം നിൽക്കുകയും ചെയ്യും. കേൾക്കുന്നില്ല? അപ്പൊ ഭഗവാന്റെ സുദർശന ചക്രം കൊണ്ട് ആ ഗർഭത്തെ രക്ഷിച്ചു. ഏത് ചക്രം കൊണ്ടാ? സുദർശന ചക്രം. നമ്മൾ സാധാരണ ഹിന്ദുക്കളൊക്കെ കഥ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ സുദർശന ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരൻ എടുത്താൽ പൊങ്ങാത്ത ഭയങ്കര ഇരുമ്പ് കഷ്ണമായിരിക്കും. ഇല്ലയോ? അങ്ങനെ ഇല്ലയോ? വലിയൊരു ചക്രമില്ലേ? ഭഗവാന്റെ ഒറ്റ വല്ലല. ഇല്ലയോ? ഭഗവാന്റെ ഒറ്റ വല്ലല. അത് ഭഗവാന്റെ ഒറ്റ വല്ലലായിക്കോട്ടെ. പക്ഷേ ഈ സുദർശന ചക്രത്തിന് അത് എന്താണ് എന്ന് പറഞ്ഞൊരു നിരുക്തം ഉണ്ടെന്ന് അറിയാവോ? സമ്യക് ദർശനം ഇതി സുദർശനം. എന്താണ് സമ്യക് ദർശനം ഇതി സുദർശനം എന്ന് പറഞ്ഞാൽ ഈ ജീവാത്മാക്കൾ എല്ലാം പരമാത്മാവാണ്. എന്താണ്? ജീവാത്മാവും പരമാത്മാവും കേവലം ഏകം, ഭേദം ഏതുമേയില്ല. ഭേദമുള്ളവർ അത്രേ ഭേദങ്ങൾ ചൊല്ലുന്നതും. ഈ ദർശനമാണ് എന്ത്? സമ്യക് ദർശനം. ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്ന ദർശനമാണ് സുദർശനം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം ഒന്നാണ്. യാതൊന്ന് കണ്ടു നാരായണ പ്രതിമ, യാതൊന്ന് കേട്ടു നാരായണ സ്തുതികൾ, യാതൊന്ന് ചെയ്തത് നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. ഈ ദർശനത്തിന്റെ പേരാണ് സുദർശനം. ഇതിങ്ങനെ ചക്രിക്കുക, നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ ചക്രിച്ചുകൊണ്ടേയിരിക്കണം, കറങ്ങിക്കൊണ്ടേയിരിക്കണം, ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഒരു തോന്നല് കേട്ടോ, എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോരാ. ആശയം കിട്ടുന്നുണ്ടോ?
കഥ മനസ്സിലാവുന്നുണ്ടോ? ഓ, കഥ പറഞ്ഞങ്ങ് പോവായിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത കുത്തി കയറ്റാൻ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ഇല്ലയോ? അങ്ങനെയില്ലയോ? കുത്തി കയറ്റും. കാരണം കഥയുടെ പൊരുള് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കഥ ഇങ്ങനെ ഇതുവഴി കെട്ടി അങ്ങ് പോകത്തേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ കേട്ടതിന്റെ ആശയങ്ങൾ പിടികിട്ടിയെങ്കിൽ മാത്രമേ ജീവിതത്തിന് പ്രയോജനമുള്ളൂ. കേൾക്കുന്നുണ്ടല്ലോ ഇല്ലേ? അതുകൊണ്ട് സുദർശനം, സമ്യക് ദർശനം, ജീവാത്മാവ് തന്നെയാ പരമാത്മാവ്. എല്ലാ ശക്തിയുടെയും ഉറവിടമായിരിക്കുന്നതായ ആ പരമാത്മാവ് നമ്മുടെ ഉള്ളില് ഈ ജീവാത്മാവായിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്തിനു ഭയക്കണം? എല്ലാ ശക്തിയും നമ്മുടെ ഉള്ളിലില്ലേ? ഉണ്ടോ ഇല്ലേ? ആ ഒരു ബോധ്യമെങ്കിലും നമ്മൾ ഉണ്ടാകണ്ടേ? വേണോ വേണ്ടേ? നാമം ജപിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ ഭഗവാൻ തന്റെ സുദർശന ചക്രത്തിന്റെ തേജസ് കൊണ്ട് ഉത്തരയുടെ ഗർഭത്തെ സംരക്ഷിച്ചതിന് ശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങാൻ വേണ്ടി നിൽക്കുന്നതായ സമയത്താണ് കുന്തിദേവി വന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാനെ, അവിടുന്ന് എന്റെ മക്കൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതായ ഉപകാരങ്ങൾ അത് ഒരിക്കൽ പോലും വിസ്മരിക്കാൻ പറ്റാവുന്ന ഒന്നല്ല. ദേവകീദേവിക്ക് പോലും കിട്ടാത്തതായ സൗഭാഗ്യങ്ങളല്ലേ എന്റെ മക്കൾക്കും എനിക്കും അവിടുന്ന് തന്നിട്ടുള്ളത് എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടിയൊക്കെ ഇവിടെ വർത്തിക്കണം. ഇതിനിടയ്ക്ക് കുന്തിദേവി ഭഗവാനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ദുഃഖം തരണമേ എന്ന്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദുഃഖം വന്നാൽ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ അവിടുത്തെ ഭജിക്കും. ആത്മാർത്ഥമായിട്ട് ആര് ഭജിക്കുന്നുണ്ടോ അവന്റെ ദുഃഖങ്ങളെ നീ ഇല്ലായ്മ ചെയ്യുന്നു മാത്രമല്ല, നീയും അവനും ഒന്നാണ് എന്ന ബോധ്യം നീ അവർക്ക് കൊടുക്കും. നീയും അവരും ഒന്നാണ് എന്നുള്ള ബോധ്യം നീ അവർക്ക് കൊടുക്കും. ആ ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സംസാര ചക്രത്തിൽ ഒരലച്ചിലില്ല ഭഗവാനെ. അതുകൊണ്ട് അങ്ങനെ അലയാതെ കണ്ടിരിക്കാൻ, ആത്മാർത്ഥമായിട്ട് നിന്നെ ഭജിക്കാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ദുഃഖം തരുന്നത് നിന്റെ ഒരു കൃപയാ. എന്താണ്? നിന്റെ ഒരു കൃപയാ. കേൾക്കുന്നുണ്ടോ മക്കളെ? പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ പോലുള്ള സാധാരണക്കാരൊന്നും ദുഃഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. കാരണം നമ്മളങ്ങ് തളർന്നു പോകും. ഒരു ചെറിയൊരു കല്ല് കിട്ടിയാൽ മതി, ഇല്ലേ? നമ്മൾ തളർന്നു പോകും. പോകത്തില്ലയോ? ഇത്ര മനക്കരുത്തൊക്കെ ഉള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഭഗവാൻ തരുന്നതായ കൃപയാണ് ഈ ദുഃഖം എന്നൊക്കെ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു സ്വല്പം മനക്കരുത്ത് വേണം, വേണ്ടേ? അതുകൊണ്ട് നമ്മൾ ദുഃഖത്തിനൊന്നും പ്രാർത്ഥിക്കണ്ട. എന്തായാലും കുന്തിദേവിയുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അങ്ങോട്ട് തന്നെ നോക്കി. ഇപ്പൊ തന്നെ ഞാൻ നിർത്തിയൊക്കെ. എനിക്കറിയാം നിങ്ങളുടെ ഈ സങ്കടം. ഭഗവാനേ, നാരായണ കൃഷ്ണ, അന്നപൂർണേശ്വരിയേ, അന്നപൂർണേ സദാപൂർണേ, ശങ്കര പ്രാണവല്ലഭേ, ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹീം ച പാർവതി. എന്ത് ഏകാഗ്രതയാണ് നമുക്ക് ഒറ്റ വിഷയത്തിൽ മാത്രം. ഓം ആയിക്കോട്ടെ. എന്നിട്ട് പിന്നെ കുന്തിദേവിയുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഭഗവാനെ കുറെ കാലം കൂടി അവിടെ ജീവിച്ചു. 3 മാസം അവിടെ പാർത്തു എന്നാ പറയുന്നത്. അതിനിടയ്ക്ക് ഈ ധർമ്മപുത്രർക്ക് നോക്ക്, ഈ യുദ്ധമൊക്കെ മഹാഭാരത യുദ്ധമൊക്കെ ചെയ്തു 18 അക്ഷൗഹിണിയിലെ ആൾക്കാരാണ് മുഴുവൻ മരിച്ചു പോയതേ. 18 അക്ഷൗഹിണിയിലെ പടയില് കേവലം 8 പേരെങ്ങണ്ട അവശേഷിച്ചേ, ബാക്കിയെല്ലാം പോയി. ഇത്രയും പേരുടെ ജീവനെടുത്ത സിംഹാസനത്തിലാണല്ലോ ഞാൻ ഇരിക്കുന്നതേ എന്നുള്ളതായ ആ ചിന്ത അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തി. ഒരു രാജ്യസ്ത്രീയും അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നില്ല. ആകെ അദ്ദേഹത്തിന് ഉറക്കം വരാത്ത ഒരു അവസ്ഥയാ. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ശരിയായിട്ട് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. ഭഗവാൻ തന്നെ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്തു നോക്കി, പക്ഷെ പറ്റുന്നില്ല. തന്റെ പിതാമഹനെ വീഴ്ത്തിച്ചതാ, അറിയാം. അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടത്തോടുകൂടി വീഴ്ത്തിച്ചതാ. അതെല്ലാം മനസ്സിനകത്ത് കിടന്നുകൊണ്ട് ഇങ്ങനെ തികട്ടി വരിക. ആർക്ക്? ധർമ്മപുത്രർക്ക്. കൂട്ടിക്കൊണ്ടുപോയി ശരശയിൽ കിടക്കുന്നതായ ആ പിതാമഹന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി. ആ പിതാമഹൻ ഈ ഭഗവാനോടൊപ്പം പാണ്ഡവരെ കാണുകയാ. സന്തോഷമുണ്ടായി ഒരുപാട്. എന്നിട്ട് ധർമ്മപുത്രനെ നിർത്തിക്കൊണ്ട് ചോദിക്കുക, ഇടേ ധർമ്മപുത്രരെ, നോക്ക്, നീ ധർമ്മദേവന്റെ അവതാരമാ അല്ലേ? അതുകൊണ്ട് ധർമ്മത്തിന്റെ സ്വരൂപം തന്നെയാണ് നീ. നിന്റെ സഹോദരൻ ഭീമസേനാണെന്നുണ്ടെങ്കിൽ വായുദേവന്റെ പുത്രനാണ്. അവൻ ഗദയെടുത്താൽ അവനെ എതിരി നിൽക്കുവാൻ ഈ ലോകത്തിൽ മറ്റാരുമില്ല. അത്രയ്ക്കും ശക്തിമാനാണ് ഗദാപാണിയായിരിക്കുന്ന ഭീമസേനൻ.
അർജുനൻ ഗാന്ധിയം എടുത്തു കഴിഞ്ഞാൽ എല്ലാ ലോകവും വിറയ്ക്കും. പരമേശ്വരനെ പോലും പ്രീതിപ്പെടുത്തി ആയുധം വാങ്ങിച്ചവനാണ് അവൻ. നകുലനും സഹദേവനുമാണെങ്കിൽ പരമവിദ്വാൻമാരാണ്, മഹാജ്ഞാനികളാണ് അവരും. എന്തിന്? അവതാര പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളുടെ സന്തത സഹചാരിയുമാണ്. എന്നിട്ടും നിന്റെ അമ്മ കുന്തിയുടെ ഉള്ളിലെ കനൽ അണഞ്ഞിട്ടുണ്ടോ ധർമ്മപുത്രരെ? എന്താണ്? എന്നിട്ടും നിന്റെ അമ്മ കുന്തിയുടെ ഉള്ളിലെ കനൽ അണഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതാണ് സംസാരം. എന്താണ്? ഇതാണ് സംസാരം. മക്കളൊക്കെ ഇനി അത്ര കേമന്മാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആശയം പിടി കിട്ടുന്നുണ്ടല്ലോ ഇല്ലേ? സംസാര ദുഃഖം സംസാര ദുഃഖമാ. എന്താ മക്കളെ സംസാര ദുഃഖം എന്ന് പറഞ്ഞാൽ? എന്താ? അസാരേ സംസാരേ വിഷയ വിഷസംഘ ആകുലധിയ. ഓരോരോ വിഷയങ്ങളോട് ബന്ധപ്പെട്ട് ഉള്ളിലുണ്ടാകുന്നതായ ആകുലത എല്ലാവരും അനുഭവിക്കുക ഇല്ലയോ? എല്ലാവരും അനുഭവിക്കുകയല്ലേ? അവിടെയാണ് ഉപദേശം തുടങ്ങുന്നത്. ശാന്തിപർവ്വം അനുശാസന പർവ്വത്തിന്റെ പകുതി ഭാഗവും ഈ ശരശയ്യയിൽ കിടക്കുന്നതായ ഭീഷ്മപിതാമഹൻ ധർമ്മപുത്രർക്ക് കൊടുക്കുന്നതായ ഉപദേശമാണ്. ആ ഭാഗത്ത് തന്നെയാണ് വിശ്വം വിഷ്ണുവശത്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു. ആ ഭഗവാന്റെ മഹിമ എന്താണ് എന്ന് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ആര്? ആ ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മപിതാമഹൻ അങ്ങനെ ധർമ്മപുത്രർക്ക് ഉപദേശിച്ചു കൊടുത്തതായ ഭഗവാന്റെ തിരുനാമങ്ങളാണ്, ഭഗവാന്റെ മാഹാത്മ്യങ്ങളാണ് നമ്മൾ ദിവസവും ഈ വിശ്വം വിഷ്ണുവശത്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു എന്ന് പറഞ്ഞ് ചൊല്ലുന്നതായ സഹസ്രനാമം. ഭഗവാന്റെ 1000 വിശേഷങ്ങളാ, 1000 വിശേഷങ്ങളാ. അരൂപിയായിരിക്കുന്ന ഭഗവാന്റെ വിശേഷ രൂപങ്ങളാണ് എന്ത്? ഓരോ നാമങ്ങളും. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ അതിനുശേഷം അദ്ദേഹത്തിന് മനഃശാന്തിയൊക്കെ ഉണ്ടായി. പിന്നെ ഭീഷ്മപിതാമഹന്റെ ദേഹത്യാഗമൊക്കെ ഉണ്ടാകുന്നു. ഈ ഭീഷ്മപിതാമഹന്റെ ദേഹത്യാഗം നമ്മള് ഈ വിഗ്രഹ ആരാധന ചെയ്യുന്ന ആൾക്കാര് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. ഭാഗവത്തിൽ പറയുന്നത് എങ്ങനെയാണ് എന്ന്. അതായത് ഭഗവാനോട് പറയുകയാണ്, അപേക്ഷിക്കുകയാണ്. ആര്? ഈ ഭീഷ്മപിതാമഹൻ, ഹേ വാസുദേവ, ശംഖുചക്ര പങ്കജ ഗദാധാരിയായ വിഷ്ണു സ്വരൂപമായി എനിക്ക് നിന്നെ കാണണം. എന്റെ ഈ ശ്വാസത്തെ ഉപസംഹരിക്കുന്നത് വരെയും നീ ആ ശംഖുചക്ര പങ്കജ ഗദാധാരിയായിട്ട് എന്റെ മുമ്പിൽ എനിക്ക് ദർശനം തരയണമേ എന്ന് അപേക്ഷിക്കുക. അങ്ങനെ ശംഖുചക്ര പങ്കജ ഗദാധാരിയായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം ധ്യാനിച്ചത് സർവവ്യാപിയായിരിക്കുന്ന ചൈതന്യത്തെയാണ്. എന്താണ്? സർവവ്യാപിയായിരിക്കുന്ന അരൂപിയായിരിക്കുന്ന ചൈതന്യത്തെയാ. രൂപത്തിൽ മനസ്സിനെ ഉറപ്പിച്ച് അരൂപത്തെ ധ്യാനിച്ചു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മളെല്ലാം ഒരു വിഗ്രഹം നമുക്ക് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുവാനുള്ള ഒരു ഉപാധി മാത്രമാണ്. സർവ്യാപിയായിരിക്കുന്ന ചൈതന്യത്തിന്റെ ഒരു പ്രതീകം മാത്രമാണ്. നമ്മുടെ മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കുവാനുള്ള ഉപാധി മാത്രമാണ്. പക്ഷെ ആ ഉപാധിയിൽ നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ ഒരു ചിന്ത വേണം. എന്ത്? സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം. കാലത്തിനും ദേശത്തിനും അതീതമായിരിക്കുന്നതിനെയാണ് ആ ഗുരുവായൂരപ്പ വിഗ്രഹമായിട്ട് നമ്മൾ കാണുന്നത്. അല്ലാതെ കണ്ട് ഗുരുവായൂർ എന്ന് പറയുന്ന ദേശത്തിലെ ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നതായ ആ കോവിലിനകത്ത് ഒരു ഗുരുവായൂരപ്പന്റെ വിഗ്രഹമായിട്ട് നിൽക്കുന്ന ഒരു രൂപത്തെ അല്ല നമ്മൾ അവിടെ കാണേണ്ടുന്നത്. മറിച്ച് എന്തിനെയാണ്? സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമ ശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം. നമ്മൾ കാണുന്നത് യഥാർത്ഥമായ ഗുരുവായൂരപ്പനെ അല്ല, നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുവാനുള്ള ഉപാധിയാകുന്ന ഗുരുവായൂരപ്പനെ മാത്രമാ. യഥാർത്ഥ ഗുരുവായൂരപ്പൻ ഇപ്പൊ നമുക്ക് എന്താണ്? അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം. ഒന്ന് കാണാൻ പറ്റിയാൽ, കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പിന്നോ കണ്ണിന് കണ്ണുമനമാകുന്ന കണ്ണ്, അതിന് കണ്ണായിടുന്ന പൊരുളാണ്. ആ പൊരുളിനെ അകക്കണ്ണുകൊണ്ട് കാണാൻ പറ്റിയാൽ അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം.
ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും അവിടെ സാധ്യമായി. ബ്രഹ്മസത്യം. ഇതുപോലെ തന്റെ മുമ്പിൽ നിൽക്കുന്ന ശംഖചക്രപങ്കജ ഗദാധാരിയായ ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിച്ച് ഭീഷ്മര് അരൂപിയായിരിക്കുന്ന ആ പരബ്രഹ്മത്തെ ധ്യാനിച്ച് നിഷ്കള ബ്രഹ്മത്തിൽ ലയിച്ചു ചേർന്നു. എന്താണ്? നിഷ്കള ബ്രഹ്മത്തില് ലയിച്ചു ചേർന്നു. വിഗ്രഹാരാധനയുടെ പൊരുൾ പിടികിട്ടിയോ? വിഗ്രഹാരാധന ജനിക്കുമ്പം മുതൽ മരിക്കുമ്പം വരെ ഈ വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപാധി മാത്രമാണ് എന്ന് ഭാഗവതം പറയുന്നത് മനസ്സിലാക്കിയോ? ഭാഗവതം വിഗ്രഹാരാധനയെ എതിർക്കുന്നുണ്ടോ? അപ്പോഴേ മറിച്ച് നമ്മളുടെ ഇപ്പോഴത്തെ സ്വഭാവത്തെ എതിർക്കുന്നുണ്ട്. എന്ത്? മാളീക സൂത്രത്തോടെ കാണാതെ കണ്ട പ്രതിമാദികൾ തോറും നടന്ന് ആദരാൽ അന്വേഷിച്ച് ദീനരായി വലയുന്നു, നിന്നുടെ കാരുണ്യമില്ലായികയാൽ എന്ന് ഭാഗവതം പഠിപ്പിക്കും. പറഞ്ഞു മനസ്സിലായോ? നീ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഉള്ളിൽ ഇരിക്കുന്ന നിന്നെ എന്റെ ഈ സുഷുമ്നാനാളിയാകുന്നതായ നാളിക സൂത്രത്തിൽ കാണാതെ ഓരോ പ്രതിമയിലും നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിച്ചാടി ഇങ്ങനെ നടക്കുക. പ്രതിമാദികൾ തോറും നടന്ന് ആദരാൽ അന്വേഷിച്ച് ദീനരായി വലയുന്നു. എന്തുകൊണ്ടാ? ഭഗവാനെ നിന്റെ കാരുണ്യം ഇല്ലാത്തത് കൊണ്ട്. എന്താണ്? നിന്റെ കാരുണ്യം ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ഭാഗവതം വിഗ്രഹാരാധനയെ എതിർക്കുകയല്ല, മറിച്ചെന്ത് നമ്മൾ ഇപ്പൊ കാണിക്കുന്ന നമ്മുടെ ഈ ബോധമില്ലായ്മയെ, നമ്മുടെ ആ ഒരു എന്തോ നമ്മൾ പറയുന്നത്, നമ്മൾ ജനിക്കുമ്പോഴും വിഗ്രഹം, മരിക്കുമ്പോഴും വിഗ്രഹം, ഇല്ലയോ? വിഗ്രഹം എന്തിനാണോ ആ ആശയത്തിലേക്ക് നമ്മൾ ഉയരുന്നില്ല. സ്വാമി വിവേകാനന്ദൻ പറയും അമ്പലത്തിൽ ജനിക്കണം, പക്ഷെ അമ്പലത്തിൽ മരിക്കരുതെന്ന്. പറഞ്ഞു മനസ്സിലായോ? എന്താ അതിന്റെ പൊരുളെന്നറിയാവോ? ഒരു വല്യവൻ പറഞ്ഞു, അതിന്റെ പൊരുൾ ഇത്രേ ഉള്ളൂ സ്വാമി, അമ്പലത്തിൽ കിടന്നുകൊണ്ട് ചാവാൻ പാടില്ല. എന്താണ് അതിന്റെ പൊരുൾ? ഇത്രേ ഉള്ളൂ, അമ്പലത്തിൽ കിടന്ന് ചാവാൻ പാടില്ലെന്ന്. അമ്പലത്തിൽ മരിക്കുന്നില്ലയോ നാമം ചൊല്ലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈശ്വര ഭജനം അമ്പലത്തിൽ നിന്ന് തുടങ്ങാം. പക്ഷേ നമ്മൾ മരിക്കുമ്പോഴും ഈ അമ്പലത്തെ കെട്ടിപ്പിടിച്ചാകരുത്. അതിന് മുമ്പ് തന്നെ അമ്പലം കൊണ്ട് എന്താണോ ലക്ഷ്യം വെക്കുന്നത് അതിനെ പ്രാപിച്ചിരിക്കണമെന്നാണ് ലക്ഷ്യം പറഞ്ഞത്. ലക്ഷ്യം പിടി കിട്ടിയോ? നാമം ചൊല്ലു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ ഭഗവാൻ പിന്നീട് എന്തായി? ദ്വാരകയിലേക്ക് യാത്ര ചെയ്യാതല്ല, കഴിഞ്ഞ ശേഷം ദ്വാരകയിലേക്ക് യാത്രയായി. നമ്മുടെ ഉത്തരാമയുടെ ഗർഭം ഇങ്ങനെ വളർന്നു വരികയാണ്. ആ ഗർഭത്തിൽ കിടക്കുന്നതായ ശിശുവിന് ഒരു അനുഭൂതി ഉണ്ടാകുന്നു ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ. അതായത് അങ്കുഷ്ടമാത്രം വലിപ്പമുള്ളതായ സർവാഭരണ വിഭൂഷിതയായിരിക്കുന്ന ഒരു പുരുഷൻ തന്നെ വലത്ത് വെച്ചുകൊണ്ട് സംരക്ഷിക്കുന്നു എന്നുള്ളതായ ഒരു അനുഭൂതി ആർക്കുണ്ടാകുന്നു? ഗർഭസ്ഥ ശിശുവിന് ഉണ്ടാകുന്നു. ആ ഗർഭം പിന്നീട് പൂർണ്ണമായി. ഒത്തിരി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. എല്ലാവരും വന്നു. ബ്രാഹ്മണരൊക്കെ വന്നതിന്റെ ഭാവി പ്രവചനങ്ങളൊക്കെ നടത്തി. ധർമ്മപുത്രൻ ഒരുപാട് പേർക്ക് ദക്ഷിണയ്ക്ക് ഒത്തിരി കൊടുത്തു, ദാനകർമാദികൾ ഒത്തിരി കൊടുത്തു. എന്നിട്ട് ഈ കൊച്ചിനൊരു പേരിട്ടു. ആ പേര് വിഷ്ണുരാധൻ എന്നാണ്. എന്താണ്? വിഷ്ണുരാധൻ. ഇവിടെ പരീക്ഷിത്ത് എന്നല്ല പറയുന്നത്, വിഷ്ണുരാധൻ എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ മഹാഭാരതത്തിൽ ഭഗവാൻ തന്നെ കുലം പരീക്ഷീണമായ സമയത്തുണ്ടായതുകൊണ്ട് പരീക്ഷിത്ത് എന്ന് ഭഗവാൻ തന്നെ നാമകരണം ചെയ്തു എന്ന് അവിടെ പറയും. അവിടുത്തെ ഇവിടുത്തെ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത് കേട്ടോ, കൂട്ടിക്കുഴയ്ക്കരുത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവത്. നാമം ചൊല്ലേ, ഇടയ്ക്കിടയ്ക്ക് നാമം ചൊല്ലേ. ഈ കേൾക്കുന്നതൊക്കെ നിങ്ങളൊക്കെ മറന്നു. അവിടെ പോയി ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്ന തന്നെ പറയും, ഇന്നത്തെ രാത്രി ഒന്നും കൊള്ളത്തില്ല. അതിനോടുകൂടി ഈ കേട്ടതൊക്കെ തീർന്നു. മനസ്സിലായില്ലയോ? നാമം ചൊല്ലി കഴിഞ്ഞാൽ അത്രയെങ്കിലും പുണ്യമായി. നാമം ചൊല്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. നാമം ചൊല്ലമായി മോളെ ഉറക്കത്തിൽ മക്കളെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പക്ഷെ ഈ കൊച്ചു വളർന്നു വരുമ്പോഴേ ഇതിന്റെ പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് താൻ ഗർഭപാത്രത്തിൽ വെച്ച് അനുഭവിച്ചതായ ആ അനുഭൂതി ഈ ഉണ്ണിയുടെ തലയിലുണ്ട്, ഓർമ്മയിലുണ്ട്, അദ്ദേഹത്തിന് ഓർക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ഭയങ്കര ജിജ്ഞാസയാണ്. എന്ത്? എല്ലാ ശരീരത്തിലും ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് കണ്ട പുരുഷൻ ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ. കേൾക്കുന്നുണ്ടല്ലേ? അതുകൊണ്ട് സ യേശ ലോകവിഖ്യാത പരീക്ഷിത് ഇതി.
ആ വിഷ്ണുനാഥൻ പരീക്ഷിത്തെ എന്ന പേരിൽ ലോകത്തിൽ വിഖ്യാതനായി. എങ്ങനെ? യത് പ്രഭു ഗർഭദൃഷ്ടം അനുധ്യായൻ. യാതൊരു പ്രഭുവിനെയാണോ ഗർഭത്തിൽ വെച്ച് കണ്ടത് ആ സ്വരൂപത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് പരീക്ഷേത നരീക്ഷിക്കുക. കാണുന്നവരിലെല്ലാം അതിനെ കാണാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായ കാരണം കൊണ്ട് അദ്ദേഹത്തിന് പരീക്ഷിത്തെ എന്നുള്ളൊരു പേര് കിട്ടി. കേൾക്കുന്നുണ്ടല്ലോ? അപ്പോഴ് ഈ കഥയുടെ അതങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം ഞാൻ പറയാം. ഈ ചേച്ചിയെ ഞാൻ കാണുന്നില്ലേ, ചേച്ചിയുടെ ദേഹമാ കാണുന്നില്ലേ, എന്റെ ഉള്ളിൽ ഒരു ജിജ്ഞാസ ഉണ്ടാകുവാണ്. ഈ ദേഹത്തെ ദേഹമായി നിലനിർത്തുന്ന ദേഹി ഒന്ന് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ ഭഗവാനെ, അല്ലേ? അതുകൊണ്ട് ആ കൊച്ചിനെ കാണുമ്പോൾ എനിക്ക് എന്റെ മോളെ ഓർമ്മ വരുന്നത്. അപ്പൊ എനിക്ക് എന്റെ മോളെ ആ കൊച്ചിനെ ഓർക്കാതെ കണ്ട് ഞാൻ ഉടനെ എന്റെ മനസ്സിൽ വിചാരിക്കുക, ഭഗവാനെ ഇതിനകത്തിരിക്കുന്ന ആ ദേഹി, ആ ദേഹത്തെ ഇതുപോലെ അവർക്ക് ആ സൗന്ദര്യം എല്ലാം കൊടുത്ത് അവിടെ ആൾക്കാർ പുഞ്ചിരി കണ്ടോ, ആ പുഞ്ചിരിപ്പിക്കുന്നതായ ആ ഒരു എന്തുവാ, ആ പുഞ്ചിരി കൊണ്ട് മനസ്സിനെ നിറയ്ക്കുന്നതായ ആ ചൈതന്യത്തെ ഒന്ന് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ എന്നൊരു ജിജ്ഞാസ എന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ, ഇല്ലേ, എന്റെ മനസ്സിൽ ഉണ്ടായാൽ ഇതിന്റെ പേരാണ് എന്ത്? ആത്മാവിനെ അറിയുവാനുള്ള ജിജ്ഞാസ. എന്താണ്? ആത്മാവിനെ അറിയുവാനുള്ള ജിജ്ഞാസ. ഈ ജിജ്ഞാസ ഇല്ലാത്തിടത്തോളം കാലം ഭാഗവതം നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാക്കാൻ പോകുന്നില്ല. പറഞ്ഞു കേൾക്കുന്നുണ്ടോ? ആത്മാവിനെ അറിയുവാനുള്ള ജിജ്ഞാസ ഇല്ലാത്തിടത്തോളം കാലം ഭാഗവതം നമുക്ക് ഗുണം തരത്തില്ല. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയും, ചതുർവിധ പുരുഷ ഭജന്തേ മാം സുഹൃദുരോ അർജുന. 4 രീതിയിലെ ആൾക്കാർ അർജുന എന്നെ ഭജിക്കും. ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീനാം അഭിഭാരത. ആർത്തോ ദുഃഖിതന്മാര്, അവരുടെ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എന്നെ ഭജിക്കും. ആർത്തോ ജിജ്ഞാസുക്കള്, ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നെ ഭജിക്കും. അർത്ഥാർത്ഥി, സമ്പത്ത് വേണ്ടുന്നവർ സമ്പത്തിന് വേണ്ടി എന്നെ ഭജിക്കും. ജ്ഞാനി, അവരുടെ ആ അനുഭൂതികളെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരെ ഭജിക്കും. ഇങ്ങനെ 4 രീതിയിലെ ആൾക്കാരാണ് എന്നെ ഭജിക്കുന്നത്. എന്തായാലും നമ്മൾ ജ്ഞാനികളല്ല, ആണോ? കാശുണ്ടാക്കാനുള്ള വിദ്യയല്ല ഭാഗവതം പറയുന്നത്, ആണോ? അല്ല. പിന്നെ താപത്രയങ്ങളൊക്കെ ഇല്ലാതെ കണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? ആത്മതത്വത്തെ അറിഞ്ഞിടുവാൻ ഇതേ നല്ലു. ആത്മാവ് എന്താണ് എന്ന് നമുക്ക് അനുഭവത്തിൽ വരണം. കേൾക്കുന്നുണ്ടല്ലോ? ആ ആത്മതത്വത്തെ അറിഞ്ഞിടുവാൻ ഇതേ നല്ലു. എന്താണ് ഈ ആത്മാവേ എന്നും അത് ആ തത്വം നമുക്ക് ബോധ്യത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ടുമാണ്, അനുഭവത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ടുമാണ് ഭാഗവതം. അതുകൊണ്ട് ആത്മാവിനെ അറിയുവാനുള്ള ജിജ്ഞാസയുള്ളവർക്ക് മാത്രമേ ഭാഗവതം ഫലിക്കത്തുള്ളൂ. കേൾക്കുന്നുണ്ടല്ലോ? അതുകൊണ്ടാണ് പരീക്ഷിത്ത് ഭാഗവതം കേട്ട് മുക്തി കിട്ടിയത്, അശുദ്ധി കിട്ടിയോ? അപ്പൊ ഇത്രയും മതി. ഇപ്പോഴ് സമയം ഒരുപാടായി. ബാക്കി നമുക്ക് വൈകിട്ട് പറയാം കേട്ടോ. വൈകിട്ട് നിങ്ങൾ വന്നാൽ ഇതിന്റെ ബാക്കി കേൾക്കാം. ഒരുപാട് കഥ പഠിക്കുന്നതിനേക്കാളും നല്ലതല്ലയോ കുറച്ചെങ്കിലും വിശദമായിട്ട് പഠിക്കുന്നില്ലേ? അതുകൊണ്ടാണ് വിശദമായിട്ട് പറയുന്നത്. ബാക്കി വൈകിട്ട് നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ ഓടി ഒരു 5 മിനിറ്റ് കൊണ്ടോടിപ്പോയി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല, അല്ലേ? എനിക്കൊന്നും പിടികിട്ടില്ല. അതുകൊണ്ട് വൈകിട്ട് വരും. നാം ചൊല്ലെ കായേന വാച മനസേന്ദ്രിയേർവാം ബുദ്ധ്യാത്മനാഭ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ ലക്ഷ്മീനാരായണായേതി സർവം സമർപ്പയാമി. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.